ഞാൻ എൻ്റെ കൂട്ടരെ അഭിഷേകം കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ നമ്മുടെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് അടിക്കുമായിരുന്നു. ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ ഫുൾ ബോട്ടിൽ നിന്ന് പകുതി വെള്ളവും കളഞ്ഞിട്ട് മുക്കാൽ ഭാഗം കളഞ്ഞിട്ട് ബാക്കി വാണ്ടെടുത്തിട്ട് തുപ്പി ഒഴിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്രയാണ് തുപ്പിയ വെള്ളം കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് എനിക്ക് കുടിക്കാൻ കൊണ്ട് തന്നു. റാഗിംഗ് എന്ന പേരിൽ കലാലയങ്ങളിൽ സീനിയേഴ്സിന്റെ അതിക്രൂര പീഡനങ്ങൾ നേരിടേണ്ടി വരുന്ന ഇരകളിൽ ഒടുവിലത്തേതാണ് ബിൻസ് ജോൺസ്. കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങിന്റെ നടുക്കുന്ന വിവരങ്ങൾ വന്നിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ റാഗിങ്ങിൽ മനം നൊന്ത് ജീവൻ അവസാനിപ്പിച്ച് ഒരാണ്ട് തികയുമ്പോഴും കലാലയങ്ങളിലെ ഈ കാടത്തത്തിന് ഇതുവരെ അറുതി വന്നിട്ടില്ല. റാഗിംഗ് നിരോധന നിയമം നമ്മുടെ നാട്ടിൽ ഒരു നോക്കുകുത്തിയായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ പുരോഗമന വിദ്യാർത്ഥി സംഘടനകൾ പോലും പ്രതിസ്ഥാനത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? സാക്ഷരത കൊണ്ടും സംസ്കാരം കൊണ്ടും തല ഉയർത്തി നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഈ സാഡിസ്റ്റുകളെ നിലക്കി നിർത്താൻ ആരുമില്ലേ? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ ദിവസം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള ഒരാണ്ട് ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണ്. വീണ്ടും റാഗിങ്ങിന് ഇരകളായി മാറുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുമ്പോൾ, അതിക്രൂരമായ പീഡനങ്ങൾ നമ്മുടെ കുട്ടികൾ മുതിർന്നവരിൽ നിന്ന് നേരിടേണ്ടി വരുമ്പോൾ അവർ മതിയായ രീതിയിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം നമ്മുടെ മുന്നിൽ ഒരു നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ഈ ദിവസം അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒഴിച്ചുകൂടാനാകാത്ത അതിഥിയാണ് ശ്രീ ജയപ്രകാശ്. ജയപ്രകാശ് സിദ്ധാർത്ഥന്റെ പിതാവാണ്. അദ്ദേഹം ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുകയും ഈ ചർച്ചയുടെ ഭാഗമാകാൻ എത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കുന്നു. ഡോക്ടർ ജി ഗോപകുമാർ നമ്മളോടൊപ്പം ചേരുന്ന മുൻ വൈസ് ചാൻസലർ, അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ ശ്രീ രാജു പി നായർ, അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടത് സഹയാത്രികൻ കൂടി നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഇന്ന് റാഗിങ്ങിന് ഇരയായി എന്ന വാർത്ത നമുക്ക് വരുന്നത് തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നിന്നാണ്. ബിൻസ് ജോസ് എന്ന വിദ്യാർത്ഥിയാണ് ആ ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. ആ വിദ്യാർത്ഥി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന കാര്യം നമ്മളോട് വിശദീകരിക്കാൻ അല്പസമയത്തിനകം ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടാകും എന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ബിൻസ് ജോസ് നമ്മളോടൊപ്പം ചേരും. ശ്രീ ജയപ്രകാശ്, സത്യം പറഞ്ഞാൽ ഈ ഒരു വർഷം ആയോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം അത്രമാത്രം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്തതാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് പോലും സിദ്ധാർത്ഥൻ്റെ മുഖം. അപ്പോൾ അച്ഛനെന്ന നിലയിൽ, പിതാവെന്ന നിലയിൽ താങ്കളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇന്നിപ്പോൾ അതിനുശേഷം ശ്രീ ജയപ്രകാശ്, ഒരുപാട് ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. പലതരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വിദ്യാർത്ഥികൾ. സത്യത്തിൽ താങ്കൾക്കറിയാമല്ലോ, ഇവിടെ ഒരു റാഗിംഗ് വിരുദ്ധ നിയമമുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി റാഗിംഗ് സ്ക്വാഡുകളുണ്ട്. കോളേജുകളിൽ ഏതെങ്കിലും തരത്തിൽ റാഗിങ്ങിന് വിദ്യാർത്ഥികൾ ഇരയാക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ എന്താണ് പറയാനുള്ളത്? അതെ, അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് താങ്കൾ പറഞ്ഞു. ശരിയാ, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നമ്മൾ അതിൻ്റെ കാരണം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം. നമ്മളൊരു റാഗിങ് കഴിഞ്ഞ ഉടനെ റാഗി ചെയ്തവരെ, ആ റാഗി ചെയ്ത കുറ്റവാളികളെ, കുട്ടികളെ, അവരെയാണ് വായി തോന്നുന്ന നമ്മൾ ചീത്ത വിളിക്കുന്നതും തെറി പറയുന്നതുമല്ല. എന്നാൽ എങ്ങനെ ഈ ക്രൂരത ചെയ്തു, എങ്ങനെ ഇത് ചെയ്തു എന്നാണ്. അതിനെക്കാട്ടി ഉപരി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ എന്തുകൊണ്ട് റാഗി ചെയ്യുന്നു, റാഗി ചെയ്യാനുള്ള ഇവർക്കുള്ള പ്രോത്സാഹനം എവിടെ നിന്നുണ്ടാവുന്നു. ഒന്നാമത്തെ കാര്യം, എത്രയോ സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിന് മുമ്പാണെങ്കിലും അതിന് ശേഷമാണെങ്കിലും എത്രയോ റാഗിങ് നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ റാഗിങ് കേസുകൾ ഒരു ദിവസം കേൾക്കും, 2 ദിവസം കേൾക്കും, പെട്ടെന്ന് ആ ഒരു കേസേ ഇവിടെ നിന്ന് ഇല്ലാതാവും, നമ്മൾ കേൾക്കുന്നില്ല. വീണ്ടും അടുത്ത റാഗിങ് കേൾക്കുന്നു, വീണ്ടും അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. എന്തുകൊണ്ടാണ്? ഒരൊറ്റ റാഗിങ് കേസെങ്കിലും ഒരു 4-5 വർഷത്തിനകത്ത് റാഗിങ് മൂലം ഇവിടെ ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടോ? ഇവിടെ റാഗിങ് മൂലം ഒരു ശിക്ഷ ഇവിടെ വിധിച്ചിട്ടുണ്ടോ? ഇല്ല. കൂടിപ്പറഞ്ഞാൽ ഒരു സസ്പെൻഷൻ എന്ന് പറഞ്ഞിട്ട് നിൽക്കും. ആ സസ്പെൻഷൻ കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്നത് പോലും ആരും അറിയില്ല. എടുത്ത് തിരിച്ച് കയറും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ കോടതി വിധിയിൽ പോകും. കോടതി വിധിയിൽ പോയിട്ട് അവർ പഠിക്കാനും പോകും. പക്ഷേ റാഗിങ് എന്ന പേരിൽ ശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത്, എനിക്കറിയാൻ പറ്റിയത് 5-6 വർഷത്തിന് മുമ്പ് ഒരു നഴ്സിംഗ് കുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കി ആ ഒരു കേസിൽ ശിക്ഷിച്ചിട്ടുള്ളതെന്നാണ്. അതിനു മുമ്പ് എത്രയോ ആയിരക്കണക്കിന് കേസുകൾ റാഗിങ് മുഖാന്തരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ട് ഒരു ശിക്ഷ കിട്ടിയിട്ടുണ്ടോ? കിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് കോടതിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവർ വാദിക്കുമ്പോഴോ ഉള്ളത് അവർക്കുള്ള പരിഗണന കിട്ടുന്നത് കുട്ടികളാണ്. അല്ല, അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം 2005 കോട്ടയത്ത് സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻസിൽ
ഒരു 1-ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനെ റാഗിംഗ് നടത്തിയതിന്റെ പേരിൽ കൂട്ടബലാത്സംഗത്തിന് 3 സീനിയർ വിദ്യാർത്ഥികൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചത്. ശ്രീ ജയകൃഷ്ണൻ, അത് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ റാഗിംഗ് നടത്തിയിട്ടുള്ള അതിക്രൂരമായ പീഡനം നടത്തിയിട്ടുള്ള ഇവരാരും ശിക്ഷിക്കപ്പെട്ടതായിട്ടൊരു ചരിത്രം നമുക്കില്ല. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്, പറഞ്ഞോളൂ. ഇല്ല, അതാണ് ഇതിനുള്ള ഏറ്റവും വലിയ അവരുള്ള പ്രോത്സാഹനം. ഒന്നാമത്തെ കാര്യം, എന്ത് പറ്റിയാലും കുഴപ്പമില്ല, അത് ഇത്രയേ സംഭവിക്കാനുള്ളൂ, അവർക്കൊരു ന്യായം കിട്ടും, അവർ പഠിക്കാൻ മുമ്പോട്ട് പോവാം. കാര്യം എന്ന് പറഞ്ഞാൽ നീതി അവരെ ഭാഗത്ത് വയ്ക്കും, കുട്ടികളല്ലേ പഠിക്കാം, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകും എന്നുള്ള ഒരു കാര്യം. പക്ഷേ അറ്റ്ലീസ്റ്റ് സിദ്ധാർത്ഥൻ്റെ കാര്യത്തിലെങ്കിലും കഴിഞ്ഞപ്പോഴെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടികളെ ശിക്ഷിച്ച്, ഈ കുട്ടികളെന്ന് ഞാൻ പറയുന്നില്ല, ഈ കൊലപാതകികളെ ശിക്ഷിച്ച് മാതൃകാപരമായ ഒരു ശിക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ, കാര്യമെന്ന് പറഞ്ഞാൽ അത് കേസ് തീർത്ത് ബാധിച്ച് തീർക്കാനോ അല്ലെങ്കിൽ കേസ് അന്വേഷിച്ച് തീർക്കാനോ അധികം താമസമൊന്നും വേണ്ട. ഒരു സെക്ടറിനകത്ത്, ഒരു ബിൽഡിങ്ങിനകത്ത് നടന്ന കാര്യമാണ്, വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കാവുന്ന ഒരു കാര്യമാണ്. അത് നീണ്ടുപോയിട്ട് അവർ രക്ഷപ്പെട്ടു, പരീക്ഷ എഴുതാൻ പോയി, അവർ രക്ഷപ്പെട്ടു പോയി, അല്ലെങ്കിൽ അടുത്ത കോളേജിൽ കയറാൻ അഡ്മിഷൻ കിട്ടി. ഇങ്ങനെയായിട്ടുള്ള അവർക്ക് ഈ പോയപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ ഇൻസ്പിറേഷൻ ഉണ്ടായി, അവർക്കൊരു പ്രോത്സാഹനം ഉണ്ടായി. കൊലപാതകം വരെ ചെയ്തിട്ട് അവർ സമൂഹത്തിന് മുമ്പ് വളരെ വളരെ വ്യക്തമായി അവർ വളരെ വിലസി നടക്കുന്നു. ഇരയായിട്ടുള്ള വീട്ടുകാർ നീതിക്ക് വേണ്ടി കഴിയുന്നു, അത് ശരി. പ്രതിയായിട്ടുള്ളവർ വിലസി നടക്കുന്നു. ഒന്നാമത്തെ കാര്യം അതാ. രണ്ടാമത്തെ കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം, എന്ത് കുറ്റം ചെയ്താലും എന്ത് റാഗിങ് ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ തൊട്ട മാതൃസംഘടന മുൻപിലുണ്ട്. രാഷ്ട്രീയത്തിൻ്റെ മാതൃസംഘടന നമ്മളെ രക്ഷിക്കും എന്നുള്ള ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇവരുടെ അടുത്തുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാരുണ്ടെങ്കിലേ കുട്ടി സഖാക്കൾ അല്ലെങ്കിൽ കുട്ടി നേതാക്കന്മാരുണ്ടെങ്കിലേ വലിയ നേതാക്കന്മാർ നാളെ അണികളെ കിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ടറിയാം ഞങ്ങൾ എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അതിൽ ആൾക്കാരുണ്ട്, ഞങ്ങളെ രക്ഷിക്കും, നമ്മൾ രക്ഷപ്പെട്ടു പോകും. അതിൻ്റെ ഉദാഹരണമാണല്ലോ സിദ്ധാർത്ഥനെ കൊന്നിട്ട് ഒളിവിൽ പോയിട്ടുള്ള യൂണിറ്റ് സെക്രട്ടറി, SFIയുടെ യൂണിറ്റ് സെക്രട്ടറി പോയി ഒളിച്ചിരുന്നത്. അവിടുത്തെ പഴയ ജില്ലാ സെക്രട്ടറിയാണ് അവർക്ക് ഇത് കൊടുത്തത്, അവർക്ക് അഭയം കൊടുത്തത്. അവർ മുൻ MLAയും കൂടെ ആയിരുന്നു. ആ MLA കൊണ്ടുപോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയത് കൊലപാതകമാണെന്ന് ആലോചിക്കണം, താങ്കൾ ആലോചിക്കണം. അവിടെ റാഗിങ് അല്ല, കൊലപാതകം ചെയ്ത SFIയുടെ യൂണിറ്റ് പ്രസിഡന്റ് അരുണിനെ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത്, ഒളിവിൽ താമസിച്ച അരുണിനെ വിളിച്ചു കൊണ്ടുപോയി മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ജാമ്യം എടുക്കാൻ കൊണ്ടുപോയത് വയനാട് ജില്ലയുടെ പഴയ ഒരു സെക്രട്ടറി, പാർട്ടി സെക്രട്ടറിയും ഒരു മുൻ MLAയും ആയിരുന്ന വ്യക്തിയാണ്. അവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കണം കൊലപാതകികൾക്ക് എന്തുമാത്രം സപ്പോർട്ടാണ് ഈ മാതൃസംഘടന കൊടുക്കുന്നതെന്ന്. ഒരു അറുതി വരുത്തിയില്ലെങ്കിൽ, വരുത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റാഗി ചെയ്ത് കഴിഞ്ഞിട്ട് ആ റാഗി ചെയ്യുന്നവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ രണ്ട് കാര്യവും തീർക്കാൻ പറ്റിയാൽ, തീർത്തില്ല എങ്കിൽ ഈ സംഭവം നടന്നുകൊണ്ടേയിരിക്കും. അത് എന്ന് തീരുമോ, അല്ലെങ്കിൽ ജനങ്ങളെന്ന് മുന്നിട്ടിറങ്ങുമോ? ജനങ്ങൾ മുന്നിട്ടിറങ്ങിയാലേ പറ്റുള്ളൂ. ഇവിടെ രാഷ്ട്രീയക്കാർ മുന്നിട്ടിറങ്ങിയിട്ട് കാര്യമില്ല, ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു അവസാനം ഉണ്ടാകില്ല. കാരണം ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് ആളുണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് നേതാക്കന്മാരുണ്ട്, ഞങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് അതിൽ ഉദ്യോഗസ്ഥരുണ്ട്. അതിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരാകട്ടെ എന്താവട്ടെ, അവരെ കൂടെ ഇനി ചെയ്യേണ്ടത് ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ, കുറ്റം എന്ന് പറയുന്ന റാഗിങ്, ഞാൻ റാഗിങ്ങിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ, നാട്ടിലുള്ള അഴിമതിയെക്കുറിച്ചോ അല്ലെങ്കിൽ അടിപിടിയെക്കുറിച്ചോ പറയുന്നില്ല. ഞാൻ എടുത്തിട്ടുള്ള ഒരു മിഷൻ, അതായത് നമ്മളെടുത്തിട്ടുള്ള നമുക്ക് വേണ്ടപ്പെട്ട ഒരു കൂട്ടായ്മ എടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, റാഗ് ചെയ്ത് വരുന്നവനെ രക്ഷപ്പെടുത്താൻ ഏത് നേതാവാണോ, ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ, ഒരു വിഷയമില്ല, ഏത് നേതാവാണോ, കൊടികെട്ടിയ നേതാവാണെങ്കിൽ ശരി, അവൻ്റെ പേര് ഞങ്ങൾ പബ്ലിക്കായിട്ട് വിളിച്ച് പറയും. ഈ റാഗി ചെയ്തവനെ അല്ലെങ്കിൽ ഈ കൊലകുറ്റം ചെയ്തവനെ രക്ഷപ്പെടുത്തിയത് ഈ രാഷ്ട്രീയക്കാരനാണ്, യവനാണ് ചെയ്തത്, അവനെയും കൂടെ ശിക്ഷിക്കൂ. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതിൻ്റെ മറവിൽ ഏത് ഉദ്യോഗസ്ഥനാണോ ഇവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിൽക്കുന്നത്, ഏത് ഉദ്യോഗസ്ഥനാണോ അതിൻ്റെ തെളിവ് നശിപ്പിച്ചത്, ഏത് ഉദ്യോഗസ്ഥനാണോ അതിൻ്റെ കേസ് അട്ടിമറിച്ചത്, അതിൽ സാക്ഷി മൊഴിയെ അട്ടിമറിച്ചത്, ആ ഉദ്യോഗസ്ഥൻ്റെ പേരും ഞങ്ങൾ തുറന്നു പറയും. ഞങ്ങൾ തന്നെ സമൂഹത്തിൻ്റെ മുമ്പ് തുറന്നു കാണിക്കും, അവൻ്റെ മുഖംമൂടി തുറന്നു കാണിക്കും. അല്ലാതെ ഇതിന് ഒരിക്കലും ഒരു അവസരം ഉണ്ടാവില്ല. ശരി ജയപ്രകാശ്, ഇതേപോലെയുള്ള ക്രൂരമായ റാഗിങ്ങിന് ഇരയാക്കപ്പെട്ട് മകനെ നഷ്ടപ്പെട്ട അച്ഛൻ എന്ന നിലയിലുള്ള താങ്കളുടെ വേദനയും, പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇത്തരം കഠിനമായ രീതിയിലുള്ള അതിക്രമങ്ങൾ നടത്തിയിട്ടും അവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന ചോദ്യവും
വളരെ പ്രസക്തമാണ്. കാരണം നാളെ പുതിയ തലമുറയിൽപ്പെട്ട ധാരാളം കുട്ടികൾ ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുമായി പാഠശാലകളിൽ, കലാലയങ്ങളിൽ അവരെത്തുന്നതാണ്. അവരൊക്കെ തന്നെ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ കശ്മലന്മാരുടെ കത്തിക്കിരയാകാനോ അതല്ലെങ്കിൽ അവരുടെ പീഡനങ്ങൾക്ക് ഇരയാകുകയോ ചെയ്യുന്ന അവസ്ഥ കേരളത്തിൽ എന്നല്ല ഒരു നാട്ടിലും അത് ഉണ്ടാകാൻ പാടില്ല. താങ്കളുടെ വികാരം ഞാൻ ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു. ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് വരും. അഡ്വക്കേറ്റ് BN അസ്കർ, വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് സിദ്ധാർത്ഥൻ്റെ അച്ഛനാണ്. സിദ്ധാർത്ഥൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ട് 1 വർഷം തികയുമ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഈ വെറ്റിനറി സർവകലാശാലയിലെ റാഗിങ്ങിന് ഇരയായി ആത്മഹത്യ ചെയ്ത സിദ്ധാർത്ഥൻ്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ മുഖ്യമന്ത്രിയോട് അദ്ദേഹം ചോദിക്കുന്നത്, പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചത് കൊണ്ടല്ലേ ഇവരൊക്കെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നതും അവർക്ക് തോന്നിയപടി കാര്യങ്ങളൊക്കെ നടത്താൻ കഴിയുന്നതും? SFI ഗുണ്ടകളെ സംരക്ഷിക്കാൻ ഈ സർക്കാർ ബോധപൂർവം നടത്തിയ ശ്രമങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അത്തരം നീക്കങ്ങൾ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ആരും ശിക്ഷിക്കപ്പെടില്ല എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതെന്നാണ്. ഇന്നിപ്പോൾ ബിൻസിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുകയും അതാണ്. അതായത് SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ടാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ബിൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കലാലയ രാഷ്ട്രീയം നിരോധിക്കാനുള്ള നീക്കങ്ങളും ശ്രമങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ SFI അടക്കമുള്ള പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് റാഗിങ്ങിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ, അവർക്ക് നീണ്ടു നിവർന്ന് നടക്കുന്ന നല്ല പൗരന്മാരെ അവരെ മാറ്റാൻ വിദ്യാർത്ഥി സംഘടനകൾ വേണമെന്നാണ്. അന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം കൈയടിച്ച് അവരുടെ കൂടെ നിന്നത് ഈ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും എന്ന ധാരണയിലാണ്. ഇതേ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയും അതിലെ അംഗങ്ങൾ പ്രതിസ്ഥാനത്ത് വരികയും ചെയ്യുന്ന കൊടും ക്രൂരകൃത്യമാണ് കലാലയങ്ങളിൽ നടക്കുന്നത്. എന്തുകൊണ്ട് സർക്കാരിന് ചെറുവിരൽ അനക്കാൻ പറ്റുന്നില്ല? അഡ്വക്കേറ്റ് BN അസ്കർ. ഗോപികൃഷ്ണൻ, ഇതിൽ കാണേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ അരാഷ്ട്രീയവൽക്കരിക്കുക എന്ന ആത്യന്തിക ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കോണുകളിൽ നിന്നും വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചതുകൊണ്ട് കേരളത്തിലെയോ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള അരാജകത്വം മാറിപ്പോകുമെന്ന് കരുതുന്നവർക്ക് തെറ്റായ സന്ദേശം മാത്രമാണ് നൽകാനുള്ളത്. മറിച്ച് എന്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം അരാജകത്വവും അക്രമവാസനയും ഉയർന്നു വരുന്നു എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തെ, കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തെ പഠിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അത് അറിയാത്തതുകൊണ്ടോ പറയുന്ന ഒരു ആരോപണമായിട്ട് മാത്രമാണ് ഞാനിതിനെ കരുതുന്നത്. റാഗിംഗ് നിയമം, ആൻറ്റി റാഗിംഗ് നിയമം വന്നത് 2011 ഇന്ത്യയിലാകമാനം ഇത്തരം റാഗിംഗ് വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2011 നിയമം വളരെ സജീവമായി ഇന്ത്യയിൽ നടപ്പിലാക്കി വരുന്നു എങ്കിൽ പോലും സാർ, അതായത് 1998 കേരളത്തിൽ റാഗിംഗ് നിരോധന നിയമം നടപ്പിലാക്കിയിട്ടുണ്ട്. 2001 സുപ്രീം കോടതി റാഗിംഗ് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2009 യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ UGC റാഗിംഗ് തടയുന്നതിനായി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജുകളിൽ ഇപ്പോൾ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ, റാഗിംഗ് വിരുദ്ധ സമിതികൾ നിലവിലുണ്ട്. അപ്പോൾ UGCയുടെ ചട്ടമനുസരിച്ച് തന്നെ പ്രാഥമികമായ പരിശോധനയിൽ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിന് പോലീസിന് കൈമാറാം. ഇങ്ങനെ തുടങ്ങി ഏതെങ്കിലും തരത്തിൽ റാഗിംഗ് ഉണ്ടാകാനുള്ള സർവ്വസാധ്യതകളെയും ഇല്ലാതാക്കാൻ പാകത്തിലുള്ള നിയമങ്ങൾ ഈ നാട്ടിലുണ്ട്. എന്നിട്ടാണ് ഇത് ഇവിടെ നടക്കുന്നതും പ്രതികൾ പുല്ലുപോലെ പുറത്തിറങ്ങി നടക്കുന്നതും. അല്ല ഗോപീഷ്ണൻ, ഇത് നിയമത്തിൻ്റെ അഭാവത കൊണ്ടല്ല ഞാനിത് പറഞ്ഞു വരുന്നത്. 2011 ഈ നിയമം സമഗ്രമായി പരിഷ്കരിച്ചിട്ട് അവതരിപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി നിരോധിക്കപ്പെട്ട ഒരു വിഷയമെന്ന നിലയിൽ ആ ഒരു കലാപ പരിപാടിയിലേക്ക് വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് പോകുന്നു? നേരത്തെ നമുക്കറിയാം പ്രൊഫഷണൽ കോളേജുകളിലായിരുന്നു റാഗിങ്ങുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോൾ സാധാരണ ക്യാമ്പസുകളിൽ പോലും എല്ലാ ക്യാമ്പസുകളിൽ നിന്നും ഇത്തരം റാഗിങ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന വലിയ ദൗർഭാഗ്യകരമായ ഒരു സംഭവത്തിലേക്കാണ് നാം വരുന്നത്. അത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മേൽ കെട്ടിവെച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി സംഘടന, കാര്യം ഞാനൊക്കെ SFI രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. SFI ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അന്ന് ഒരു തരത്തിലും ഇത്തരത്തിലുള്ളൊരു വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെടാൻ ഞങ്ങൾ പഠിച്ചിരുന്നതോ ഞങ്ങൾ നേതൃത്വം നൽകിയിരുന്ന ക്യാമ്പസുകളിലോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി ഞങ്ങളുടെ ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടിരിക്കുകയും ഓരോ നിമിഷവും ഞങ്ങളുടെ ശ്വാസത്തിൽ പോലും രാഷ്ട്രീയമുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് ആ തലമുറയിൽപ്പെട്ട ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ ഒരു വിഷയവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് ഇപ്പോൾ ക്യാമ്പസുകളിൽ നിന്നും ഇത്തരത്തിൽ റാഗിംഗ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു?
അല്ലെങ്കിൽ റാഗിംഗ് ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഇപ്പം നേരത്തെ ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെ പിതാവ് വളരെ വേദനയോടുകൂടി പറഞ്ഞു ഇത് നിയമത്തിൻ്റെതായിട്ടുള്ള ചില പരിമിതികൾ ഇക്കാര്യത്തിലുണ്ട്. ഒരുപക്ഷെ അടിയന്തരമായി തന്നെ ഈ കേസുകൾ കൈകാര്യം ചെയ്ത് തീർപ്പാക്കുന്നതിന് ജുഡീഷ്യറിയുടെ പരിമിതി ഇക്കാര്യത്തിലുണ്ട്. അത് സർക്കാരിനെയോ പോലീസിനെയോ കുറ്റം പറയുന്നൊരു വിഷയമല്ല. അത് മൊത്തം സിസ്റ്റത്തിൻ്റെ മാത്രം പരിമിതിയായി നാം അതിനെ കാണണം. മറിച്ച് ഇതിനെ സമീപിക്കേണ്ടത് ക്യാമ്പസുകൾ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതവും. ആ രാഷ്ട്രീയവൽക്കരണത്തോടു കൂടി കൃത്യമായി വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്തരം സ്പർദ്ധകൾ മാറും. ക്യാമ്പസുകളിൽ തല്ലുണ്ടാവുകയും ക്യാമ്പസുകൾ പരസ്പരം പോരടിക്കുകയും ചെയ്യുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. ക്യാമ്പസുകളിൽ ഇത്തരത്തിൽ സംഭവമാണ്. പക്ഷേ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും അല്ലല്ല, ഞാൻ പറഞ്ഞത് സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ സർക്കാർ കോടതിയിൽ സ്വീകരിച്ച സമീപനത്തെ കുറിച്ച് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങളാണ്. സിദ്ധാർത്ഥന്റെ സംഭവം ഉണ്ടായപ്പോൾ അഡ്വക്കേറ്റ് BN അസ്കർ, താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മളെല്ലാം ചർച്ച നടത്തിയപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞത് ഇനി സിദ്ധാർത്ഥനെ പോലെ ഒരു കുട്ടിക്ക് ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടാകരുതെന്നാണ്. സിദ്ധാർത്ഥനെ കൊടും ക്രൂരമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടാൻ പാകത്തിൽ ഇടപെടൽ നടത്തിയ ആളുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഈ സർക്കാരിനോട് വിരൽ ചൂണ്ടി ഒരു ചോദ്യം ചോദിച്ചാൽ പറയാൻ എന്തുണ്ട് എന്നതാണ് ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം. ഇവരുടെ ജാമ്യം നൽകാനുള്ള തീരുമാനമുണ്ടായപ്പോൾ അതിനെ എതിർക്കാൻ പോലും പ്രോസിക്യൂഷൻ നിന്നില്ല. എന്തുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ, ഈ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ് സർക്കാരും പോലീസും ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചത് എന്നാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്കുള്ള തുറന്ന കത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് ഇവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന ചോദ്യം, അതിന് മറുപടി പറയണ്ടേ അഡ്വക്കേറ്റ് BN അസ്കർ? അങ്ങനെ കേസ് ബൈ കേസ് എടുത്തു കഴിഞ്ഞ് അതിലെ കുറ്റവാളികളായ ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയല്ലേ മേലിൽ ഇത്തരം കുറ്റങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒരു സർക്കാർ ജാഗ്രതയോടുകൂടിയും ഉത്തരവാദിത്വത്തോടുകൂടിയും ചെയ്യേണ്ടത്? അതുണ്ടായോ സിദ്ധാർത്ഥന്റെ കേസിൽ? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഗോപീഷ്ണൻ അങ്ങ് തന്നെ പറഞ്ഞു സുപ്രീം കോടതി തന്നെയാണ് റാഗിംഗ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. അതേ സുപ്രീം കോടതി തന്നെ പറയുന്നു ബെയിൽ ഇസ് ദ റൈറ്റ് ആൻഡ് ജയിൽ ഇസ് എക്സെപ്ഷൻ എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി ജാമ്യം എന്ന് പറയുന്നത് ഏതൊരു പ്രതിയുടെയും കുറ്റാരോപത്തിൻ്റെയും അവകാശമാണ്. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കുക അത് സർക്കാരിൻ്റെ എതിർപ്പുകളെ പോലും അവഗണിച്ചുകൊണ്ട് കോടതികൾ ജാമ്യം കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജാമ്യം കൊടുത്തു. ഇപ്പോൾ ജയപ്രകാശിൻ്റെ അപേക്ഷയുടെ മേലിലാണ് CBI അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടത്. സർക്കാർ കേരള പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി അത്തരത്തിലേക്ക് പോകില്ല എന്ന തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് CBI അന്വേഷണത്തിന് വന്നത്. സർക്കാർ ഒരു എതിർപ്പും അക്കാര്യത്തിൽ പറഞ്ഞില്ലല്ലോ. പിന്നെ ഇവിടെ സർക്കാരിനെ പൂക്കോട്ട് ക്യാമ്പസിലെ വിഷയവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തു തെറ്റാണ് നമുക്ക് പറയാൻ കഴിയുക? രമേശ് ചെന്നിത്തലയ്ക്ക് രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാം. അതിൽ ചിലപ്പോൾ SFI പ്രവർത്തകരുണ്ടായിട്ടുണ്ടാവാം, ഒരു സംശയമില്ല. അതിൽപ്പെട്ടിട്ടുള്ള SFI പ്രവർത്തകരെ പാർട്ടിയോ SFIയോ ഒരു തരത്തിലും സംരക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ സംരക്ഷിക്കുകയായിരുന്നുവെങ്കിൽ നിശ്ചയമായും അവരെ പ്രതിപട്ടികയിൽ അടക്കം ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടൊരു തീരുമാനം എടുക്കാം. ഇത്തരത്തിൽ അരാജകത്വം ക്യാമ്പസുകൾക്കുള്ളിലോ ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന ഒരു പ്രശ്നവും SFIയെ സംബന്ധിച്ചില്ലെന്നേ. അത് SFIയുടെ ചരിത്രം അറിയാത്തതുകൊണ്ട് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി പരിശോധിക്കാം. ശ്രീ രാജു P. നായർ, ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയെ മാത്രം പോയിന്റ് ചെയ്തുകൊണ്ട് അല്ല. കേരളത്തിലെ പുരോഗമന സ്വഭാവമുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രാഥമികമായ ദൗത്യവും ഉത്തരവാദിത്വവും ആകേണ്ടതായിരുന്നു ക്യാമ്പസുകളിൽ സ്വതന്ത്രമായി പഠിക്കാനും അവർക്ക് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ആ ക്യാമ്പസിൻ്റെ ആ കലാലയ ജീവിതം ആസ്വദിക്കാനും വേണ്ടിയുള്ള അന്തരീക്ഷം ഒരുക്കുക എന്നത്. അവിടെ വിദ്യാർത്ഥികളെ നട്ടലുള്ള പൗരന്മാരാക്കി മാറ്റി തീർക്കാൻ വേണ്ടിയുള്ള ശിക്ഷണം കൂടിയായി മാറണമായിരുന്നു കലാലയ രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ കേരളത്തിൽ കാണുന്നത് നേരെ മറിച്ചാണ്. സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിക്കുണ്ടായ അനുഭവം, ഇന്നിപ്പോഴതാ തിരുവനന്തപുരത്ത് നിന്ന് ബിൻസിനുണ്ടായിട്ടുള്ള അനുഭവം, പിന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്ന ശ്രീ ജയകൃഷ്ണൻ്റെ മകനുണ്ടായ അനുഭവം, ഇതൊക്കെ കേരളം പോലെ ഒരു സ്ഥലത്ത് നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിലെ കുറ്റവാളികൾ, യഥാർത്ഥ കുറ്റവാളികൾ ആരാണ്? ശ്രീ രാജു P. നായർ, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകൾ തന്നെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഈ റാഗിംഗ് അറുതി വരുത്താൻ കഴിയാതെ പോകുന്നത്? ഗോപികൃഷ്ണൻ, ഞാൻ ആദ്യമായിട്ട് ശ്രീ ഹസ്കർ ആദ്യം പറഞ്ഞ കാര്യത്തിലെ ആദ്യത്തെ ഭാഗത്തെ ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. നമ്മുടെ കോളേജുകൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നത്, രാഷ്ട്രീയ പ്രവർത്തനത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നത് വലിയ രീതിയിൽ നമ്മുടെ കുട്ടികളെ ഇത്തരത്തിലുള്ള ദുഷ്പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് കണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തെ അദ്ദേഹം മറച്ചു വയ്ക്കുകയാണ്. കാരണം ഈ
ക്യാമ്പസിലെ രാഷ്ട്രീയ നിരോധനം ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 1-ാം നമ്പർ പ്രതി SFI ആണെന്നുള്ള അദ്ദേഹം മറച്ചു വയ്ക്കുക. ഒരുപക്ഷെ അദ്ദേഹം പഴയ SFI പ്രവർത്തകനായതുകൊണ്ടായിരിക്കാം. പതിറ്റാണ്ടുകളോളം കേരളത്തിലെ കോളേജുകളിലെല്ലാം SFI അഴിച്ചു വിട്ടിട്ടുള്ള അക്രമങ്ങളും ആ SFIയെ സംരക്ഷിക്കുന്ന നേതൃത്വത്തിൻ്റെയും എല്ലാം കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഞാനൊക്കെ KSU കൂടി കടന്നു വന്ന ആളാണ്. KSUകാരനായിട്ടിരിക്കുമ്പോൾ SFIയുടെ ആക്രമണത്തെ എത്രമാത്രം ഞങ്ങൾ നേരിട്ടതാണ്. ഏത് കോളേജിലാണ് SFI സമാധാനപരമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിച്ചിട്ടുള്ളത്? അവിടെയെല്ലാം രാഷ്ട്രീയ എതിരാളികളെ തല്ലുകയും ഭീകരമായി മർദ്ദിക്കുകയും കൊലപാതകത്തിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യങ്ങളെയൊക്കെ ഉണ്ടാക്കിയതും SFI ആണ്. കോളേജുകളിൽ ഇടിമുറി ഉണ്ടാക്കി വെച്ചത് SFI അല്ലേ? ഇടിമുറികൾ സംസ്കാരം ഉണ്ടാക്കിയത് SFI ആണ്. ഞാൻ പറയാം, KSU എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ചൂണ്ടിക്കാണിച്ച, പക്ഷേ ഇത്തരം സംഭവങ്ങളിൽ KSUവിൻ്റെ സാന്നിധ്യം കാണാൻ തന്നെ വിരളമായിരിക്കും എന്നുള്ളതാണ്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. പ്രശ്നം എന്താണ്? പ്രശ്നം CPM കേരളത്തിലെ കോളേജുകളെ SFIയിലൂടെ കൊലപാതകത്തിനും ക്രിമിനൽ പ്രവർത്തനത്തിനുള്ള ഇൻക്യുബേറ്ററായിട്ട് മാറ്റിയിരിക്കുകയാണ്. CPMൻ്റെ ഈ കൊലപാതക രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളർത്തിക്കൊണ്ടുവരുന്ന കൊലയാളികളെയും അക്രമകാരികളുടെയും ഇൻക്യുബേറ്ററാക്കി SFI കേരളത്തിലെ കോളേജുകളെ മാറ്റി. അല്ലെങ്കിൽ ഒരു കോളേജിനകത്ത് എന്തിനാ ഇടിമുറി? ഞാൻ ചോദിക്കട്ടെ, ഈ പാർട്ടി ബംഗാളിലും ചെയ്തിരുന്നത് ഇത് തന്നെയല്ലേ? ബംഗാളിലെ പഴയ CPM പ്രവർത്തകൻ സൗരയ മുഖർജി എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ബംഗാളിലെ കോളേജുകളിൽ മുഴുവൻ CPM ഈ കാടത്തം നടപ്പാക്കിയത്. CPM മരിക്കുന്നതിൽ കരയണ്ട എന്നു പറഞ്ഞുകൊണ്ടൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അത്രമാത്രം വലിയ രീതിയിൽ അക്രമങ്ങൾ ക്യാമ്പസുകളിൽ അഴിച്ചുവിട്ടിരുന്നത് SFIയുടെ എക്കാലത്തെയും രീതിയാണ്. നമുക്കറിയാലോ, യൂണിവേഴ്സിറ്റി കോളേജ് അഖിൽ എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥിയെ കുത്തി ഇല്ലേ, ശിവരഞ്ജിത്തും നസീമും ഉൾപ്പെടെ. എന്തു സംഭവിച്ചു? ആരാ അവർക്ക് സംരക്ഷണം കൊടുത്തത്? അവർക്ക് PSC മാർക്ക് ലിസ്റ്റിൽ ആദ്യം വരാൻ ഉൾപ്പെടെ അവരുടെ ജയിൽ ശിക്ഷ അല്ലെങ്കിൽ അവരുടെ ശിക്ഷയെ അട്ടിമറിച്ചത് ഉൾപ്പെടെ വിചാരണ അട്ടിമറിച്ചത് മുതൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അത് കഴിഞ്ഞ് അവർ തന്നെ വീണ്ടും പോയിട്ട് പട്ടിക കടിച്ച ചരിത്രം ഉണ്ടായിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് ശ്രീ രാജു പിനാർ, ഇതിപ്പോൾ SFIയോ KSUയോ അല്ലെങ്കിൽ ABVPയോ എന്ന് തരം തിരിക്കുകയാണോ നമ്മൾ ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്? അതല്ല, ഇപ്പോൾ സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികളൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ അംഗങ്ങളായിരിക്കും. ഞാൻ പറഞ്ഞത് ക്രിമിനൽ സ്വഭാവമുള്ള വിദ്യാർത്ഥികൾ അത് പുറത്തെടുത്ത് താഴെയുള്ള ആളുകളുടെ മേൽ അത് പ്രയോഗിക്കുമ്പോൾ അത് തടയാൻ, അതെടുക്കുന്ന ആളുകളെ തള്ളിപ്പറയാൻ, അവർക്കെതിരെ നടപടി ഉണ്ടാകുന്നു എന്ന് ഉറപ്പുവരുത്താൻ, അവരുടെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും നീതി കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നൊരു സംവിധാനം നമുക്കുണ്ടാകണ്ടേ? ആ ഉത്തരവാദിത്തം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമില്ലേ? ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് ഞാൻ പറഞ്ഞത്, വെദർ ഇറ്റ് ഈസ് SFI, വെദർ ഇറ്റ് ഈസ് KSU, വെദർ ഇറ്റ് ഈസ് ABVP എന്നതല്ല. അത് ചെയ്യാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ലേ? അത് ചെയ്യുന്നുണ്ടോ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ? കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും. ഗോപീഷ്ണൻ, ഞാൻ അതിലേക്ക് തന്നെയാണ് പറയുന്നത്. എനിക്ക് ഇത് രാഷ്ട്രീയമായിട്ട് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ പിതാവ് ശ്രീ ജയകൃഷ്ണനോട് ഇരിക്കുമ്പോൾ അത് പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ കേരളത്തിലെ ഗുണ്ടാ സംസ്കാരത്തെക്കുറിച്ച്, ഗുണ്ടകളെക്കുറിച്ച് പറയാതെ ഗുണ്ടാ സംസ്കാരത്തെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഗുണ്ടകളെക്കുറിച്ചും ഗുണ്ടകൾ ചെയ്യുന്നതിനെക്കുറിച്ചും പറയാതെ നമുക്ക് ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് റാഗിങ്ങിനെ സംബന്ധിച്ചും കലാലയത്തിൽ നടക്കുന്ന അക്രമങ്ങളെ സംബന്ധിച്ചും SFIയെ കുറിച്ച് പറയാതെ അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല ഗോപീഷ്ണൻ. അത്രമാത്രം വലിയ രീതിയിൽ SFI കേരളത്തിലെ കോളേജുകൾക്കകത്ത് നടത്തുന്നതാണ്. ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 വർഷത്തോളം 9 വർഷമായിട്ട് കേരളത്തിൽ CPM ആണ് ഭരിക്കുന്നത്. കേരളത്തിലെ കോളേജിനകത്തുണ്ടായിരുന്ന റാഗിങ്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഒരൊറ്റ കേസിലാണ് ശിക്ഷ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ കോളേജിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ നടപടിയെടുക്കാൻ, അതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ആ ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ, ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ ആരുടെ കയ്യിലാണ് അധികാരം ഇരിക്കുന്നത്? കേരളത്തിലെ പ്രതിപക്ഷത്തിന് പറ്റില്ലല്ലോ, KSUവിന് പറ്റില്ലല്ലോ, ഈ ഭരണത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. ആ ഭരണകർത്താക്കളായിട്ടുള്ള CPMൻ്റെ നേതാക്കന്മാർ ചെയ്യുന്നത് നീതി നടപ്പാക്കുകയാണോ അതോ അവർക്ക് നീതി നിഷേധിക്കുകയാണോ? ശിവരഞ്ജിത്തിനെയും നസീമിനെയും പോലെയുള്ളവരെ മുതൽ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ സിദ്ധാർത്ഥനെ കൊല ചെയ്തവർ ഉൾപ്പെടെ ഉള്ളവർക്ക് ഇവർ കൊടുക്കുന്ന സംരക്ഷണമാണ് ഇതിനെല്ലാം പ്രധാനം. ഭരണകൂടം, ഞാനതാ പറഞ്ഞത്, CPMൻ്റെ കൊലയാളികളാക്കാൻ വേണ്ടി ഇൻക്യുബേറ്റർ ആക്കിയിരിക്കുന്ന കോളേജുകളിൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെയാണ് ചെയ്യുന്നത്. പോലീസുകാർക്ക് പോലും കഴിയില്ല. നമുക്കറിയില്ലേ,
ചാലക്കുടിയിലാണെന്ന് തോന്നുന്നു ഒരു കോളേജ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പോലീസ് ജീപ്പിന്റെ മുകളിൽ കയറി തുള്ളിയവരെ കണ്ടില്ലേ? അവിടെ കൊലവിളി നടത്തിയ ഒരു SFIയുടെ നേതാവുണ്ടായല്ലോ. എന്ത് നടപടിയെടുത്തു? ശരി ശരി ശ്രീ രാജീവ് നായർ, നമുക്കത് വിശദമായി ചർച്ച ചെയ്യാം. കലാലയങ്ങളിൽ റാഗിംഗ് എന്ന് പറയുന്ന കിരാത നടപടി നമ്മുടെ നാട്ടിൽ ഒരു തുടർക്കഥയാകുമ്പോൾ ഈ സാഡിസ്റ്റുകളെ നിലക്കി നിർത്താൻ ഇവിടെ ആരുമില്ലേ? ഇതാണ് നമ്മൾ എൻകൗണ്ടർ പ്രൈമിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം മുൻ വൈസ് ചാൻസലർ ശ്രീ ഗോപകുമാർ സാർ കൂടി ചേരുന്നുണ്ട്. ഗോപകുമാർ സാർ, ഈ നമുക്ക് ഒരു റാഗിംഗ് വിരുദ്ധ നിരോധന നിയമമുണ്ട് 98-ൽ പാസ്സാക്കിയത്. 2001-ൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുപ്രീം കോടതി റാഗിംഗ് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. UGC ആകട്ടെ 2009-ൽ റാഗിംഗ് തടയുന്നതിന് വേണ്ടിയുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പലപ്പോഴും റാഗിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എവിടെയാണ് താങ്കൾ ഇതിലെ കുഴപ്പങ്ങൾ കാണുന്നത്? എന്തുകൊണ്ടാണ് ഇതൊരു നിത്യസംഭവമായി നമ്മുടെ നാട്ടിൽ മാറുന്നത്? ഞാൻ ഇത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നിയമവാഴ്ചയുടെ ഒരു തകരാറുണ്ട് സമൂഹത്തിലും സംസ്ഥാനത്തിലും ക്യാമ്പസിനുള്ളിലും. താങ്കൾ ചൂണ്ടിക്കാണിച്ച നിയമങ്ങൾ അവിടെ നിൽക്കുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റാത്ത പ്രിൻസിപ്പാൾമാരും അധ്യാപകരും കോളേജിനകത്തും പുറത്ത് ഗവൺമെൻറ്റും മറ്റ് ഭരണസ്ഥാപനങ്ങളും ബ്യൂറോക്രസിയും പറയണം, സെക്രട്ടേറിയറ്റിലും കോളേജ് എഡ്യൂക്കേഷനിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടല്ലോ. അതിനോടൊപ്പം രാഷ്ട്രീയക്കാരെയും നമ്മൾ പറയാതെ പറ്റില്ല. അപ്പോൾ ഈ പ്രധാന കാരണം ഞാൻ കാണുന്നത് നിയമവാഴ്ചയുടെ അഭാവം തന്നെയാണ്. നിയമമുണ്ടായിട്ട് കാര്യമില്ല, അത് പരിപാലിക്കാനും കൂടെ കഴിയണം. അത് കാലക്രമേണ അത് ക്ഷയിച്ച് പോയി ഈ അവസ്ഥയിലെത്തി. അതിൻ്റെ രക്തസാക്ഷികൾ ഒരുപാടുണ്ടായി. രണ്ടാമത് അമിത രാഷ്ട്രീയവൽക്കരണം. അരാഷ്ട്രീയവൽക്കരണമല്ല, അമിത രാഷ്ട്രീയവൽക്കരണം. അതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തിക്കുന്നവർക്ക് അക്രമം കാണിച്ചാൽ അതിന് പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന്, മുകളിൽ നിന്ന് കിട്ടുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിനെ അല്ല എതിർക്കുന്നത്, അമിത രാഷ്ട്രീയവൽക്കരണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഇത്രയും വലിയ സംഘടനകളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ക്യാമ്പസിനുള്ളിൽ ഈ മയക്കുമരുന്നും മദ്യപാനവും മറ്റ് അക്രമങ്ങളും ഒക്കെ നടക്കുന്നു? അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ പൊളിറ്റിക്സിൻ്റെ പേരിൽ എന്തും കാണിക്കാമെന്നാണോ? സംഘടനകളുടെ കുറവല്ല, സംഘടനകളുടെ ബാഹുല്യമാണ്. ഭൂരിപക്ഷ സംഘടനകളും ശക്തമായി പ്രവർത്തിക്കുന്നു. എന്നിട്ടും ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമിത രാഷ്ട്രീയവൽക്കരണം തന്നെയാണ് കാരണം. മൂന്നാമത്, കേരളത്തിലെ പൊതുസമൂഹം ദുർബലപ്പെട്ടിരിക്കുന്നു. പഴയകാലത്ത് സുകുമാർ അഴീക്കോടിനെ പോലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് സമൂഹത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കും. ഇന്ന് ബുദ്ധിജീവികളൊക്കെ വളരെ നിശബ്ദമാണ്. അവർക്കൊന്നും ഇത് പറയാൻ യാതൊരു താല്പര്യവുമില്ല. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഗാനത്തിൽ, ഔപചാരികമായ ഗാനത്തിൽ മനുഷ്യനാകണമെന്നും മതമേതായാലും മനുഷ്യനാകണമെന്നും പറഞ്ഞിട്ട് ക്യാമ്പസിനകത്ത് മനുഷ്യത്വമില്ലെങ്കിലേ അത് പറയണ്ടേ, അത് ചൂണ്ടിക്കാണിക്കണ്ടേ? അതിന് ബുദ്ധിജീവികളാരും മിണ്ടുന്നില്ലല്ലോ. അവരെല്ലാം നിശബ്ദരായി സന്തോഷത്തോടു കൂടി. അധ്യാപകരെയും ഇക്കാര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അവർ വിചാരിച്ചിരുന്നെങ്കിൽ മാർഗദർശികളാകേണ്ടവരല്ലേ, അവരല്ലേ റോൾ മോഡൽസായി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടിയിരുന്നത്. ഇവിടെ പഴയകാലത്തെ കാര്യം പറഞ്ഞ് ഞാൻ 2-3 കാര്യങ്ങൾ ഓർക്കുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് കാലം പഠിപ്പിച്ചിട്ടാണ് വൈസ് ചാൻസലറൊക്കെ ആയത്. പഴയകാലത്ത് സമരങ്ങളും സംഘടനകളും നടക്കുമ്പോൾ ഞങ്ങളൊക്കെ അതിനിടയിൽ ചെന്ന് പെട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് വടി വാങ്ങി ദൂരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മാഷിനെ കണ്ടപ്പോഴത്തേക്ക് അവർ മാറും, ആ സംഘടന രംഗത്ത് നിന്ന് മാറിയിട്ടുണ്ട്. ഇത് നേരിട്ട് അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ ഞാൻ ഓർക്കുന്ന ഒരു രംഗം, പഴയകാലത്ത് ഈ മെഡിക്കൽ കോളേജിലെ റാങ്കിങ് വളരെ ദുഷ്പേരുണ്ടാക്കിയിരുന്നു. ഇപ്പോഴും ഉണ്ട്, സംശയമൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിൽ വെച്ച് അന്നത്തെ ഒരു SFI നേതാവായിരുന്ന സുനിൽ കുര്യൻ ഒരു വിദ്യാർത്ഥിയെ പരസ്യമായിട്ട് തല്ലുന്നത് കണ്ടു. അത് മെഡിക്കൽ കോളേജിലെ ഒരു വിദ്യാർത്ഥിയാണ്. അയാൾ പിന്നീട് ഡോക്ടറൊക്കെ ആയി കാണണം. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് മെഡിക്കൽ കോളേജിലെ റാങ്കിങ്ങിൻ്റെ നേതാവിനെയാണ് തല്ലിയെന്ന്. ഉള്ളിൽ എനിക്ക് ഇത്തിരി സന്തോഷം തോന്നി. കാരണം SFI അങ്ങനെ നല്ലൊരു കാര്യം ചെയ്തല്ലോ. പാവപ്പെട്ട വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന മെഡിക്കൽ കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്തെങ്കിൽ നല്ലതാണ്. ഇപ്പോഴങ്ങനെ ഒരു നേതൃത്വമില്ല, ആ നേതൃത്വമൊക്കെ നശിച്ചു കഴിഞ്ഞു. ആ സ്ഥാനത്താണ് ഈ മയക്കുമരുന്നും കഞ്ചാവും അമിത രാഷ്ട്രീയവൽക്കരണവും. അപ്പോൾ ഞാനീ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ടും വിലയിരുത്തിയിട്ടും 3 കാരണമാണ്. ഒന്ന്, പ്രധാനമായിട്ടും നിയമവാഴ്ചയുടെ അഭാവമാണ്. 2, അമിത രാഷ്ട്രീയവൽക്കരണമാണ്. 3, കേരളത്തിലെ പൊതുസമൂഹം വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്നു. ഇത്
വാസ്തവത്തിൽ മനുഷ്യത്വത്തിനെതിരായ കിരാതമായ നടപടികളാണ് ക്യാമ്പസുകളിൽ നടക്കുന്നത്. അതിനെക്കുറിച്ച് പറയാൻ ധൈര്യം ആരും കാണിക്കുന്നില്ല. അതിനെതിരായിട്ട് ഇവിടെ ജയപ്രകാശ് പറഞ്ഞല്ലോ, സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞല്ലോ, ജനങ്ങൾ മുന്നിട്ടിറങ്ങണമെന്ന്. ജനങ്ങൾ സംഘടിതരല്ലല്ലോ, ജനങ്ങൾക്ക് എങ്ങനെ ഇറങ്ങാൻ പറ്റും? ഇപ്പോൾ ഒരു ബസ്സിനകത്തൊരു ആക്സിഡൻറ്റോ വഴക്കോ നടന്നു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊരു കൂട്ടം ജനങ്ങൾ വരുന്നു എന്നല്ലാതെ, അതല്ലാതെ ജനങ്ങൾക്ക് സംഘടിപ്പിക്കാൻ പറ്റില്ല. അതല്ലാതെ ജനങ്ങൾ അങ്ങനെ സംഘടിച്ചതിന് വേണ്ടി വരത്തൊന്നുമില്ല. അവിടെയാണ് പൊതുസമൂഹം വരേണ്ടിയിരുന്നത്. ആ പൊതുസമൂഹം വളരെ പ്രവർത്തനക്ഷമതയില്ലാതെ നിശബ്ദമായിരിക്കുകയാണ്. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഈ അവസ്ഥ കണ്ടില്ല എന്ന് എങ്ങനെ നടിക്കാൻ പറ്റും? പാവപ്പെട്ട കുട്ടികളെ ക്യാമ്പസിലിട്ട് കുത്തുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു, പിന്നെ എന്തൊക്കെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതിനൊക്കെ പുറമേയാണ് മയക്കുമരുന്നും മദ്യപാനവും ഒക്കെ നടക്കുന്നത്. ഈ അമിത രാഷ്ട്രീയവൽക്കരണം നടക്കുമ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത്? അരാഷ്ട്രീയവൽക്കരണമല്ല ഞാൻ പറയുന്നത്, അമിത രാഷ്ട്രീയവൽക്കരണമാണ്. അതാണിപ്പോൾ നടക്കുന്നത്. അതിൻ്റെ പേരിൽ ബാക്കി കാര്യങ്ങൾക്കുള്ള ലൈസൻസാണ് നടക്കുന്നത്. അതിന് എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല എന്നും. അല്ല, ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ നമ്മളുടെ ഒക്കെ പഠനകാലത്ത് SFI ഒക്കെ പോലുള്ള വിദ്യാർത്ഥി സംഘടനകൾ സാർ ഇതുപോലെ റാഗിങ്ങിനെതിരെ നിലകൊള്ളുകയും അവർ ശക്തമായ ആ കാര്യങ്ങളിൽ ഇടപെടുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കാര്യം സാർ നോക്കൂ. ഇപ്പോൾ രമേശ് ചെന്നിത്തല എഴുതിയ കത്തിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥനും സഹവിദ്യാർത്ഥികളും സീനിയർ വിദ്യാർത്ഥികളും വളരെ മൃഗീയമായ ശാരീരിക ആക്രമണത്തിനും പൊതുവിചാരണയ്ക്കും വിധേയനാക്കി എന്നാണ്. അതായത് ഇങ്ങനെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റെക്കോർഡ് ഉണ്ടായിട്ട് പോലും ഇതിലെ പ്രതികളാക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകുകയും അവർക്ക് പഠിക്കാൻ തുടരവസരം നൽകുകയും ഒക്കെ ചെയ്തതിലെയാണ് മനോവിഷമത്തോടുകൂടി സിദ്ധാർത്ഥൻ്റെ അച്ഛൻ നോക്കിക്കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഗോപകുമാർ സാർ, കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നടന്ന സംഭവത്തിലും ജോയിന്റ് DMO നടത്തിയ അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ അവർക്ക് സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അധ്യാപകർക്ക് 2024 നവംബർ 4 മുതൽ ഡിസംബർ 12 വരെ മാത്രമേ ആന്റി റാഗിംഗ് ഡ്യൂട്ടി നൽകിയിരുന്നുള്ളൂ. അസിസ്റ്റന്റ് വാർഡൻ ഒഴികെ മറ്റ് അധ്യാപകരാരും ഡ്യൂട്ടി ഷെഡ്യൂൾ പ്രകാരം ഹോസ്റ്റൽ സന്ദർശിച്ചിട്ടില്ല. ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ കൃത്യമായി സൂക്ഷിക്കുന്നില്ല. നവംബർ 29 ശേഷം ആന്റി റാഗിംഗ് കമ്മിറ്റി ചേർന്നിട്ടില്ല. ആന്റി റാഗിംഗ് സ്ക്വാഡ് സംബന്ധിച്ച രേഖകൾ സൂക്ഷിച്ചിട്ടില്ല. അതായത് ഒരു ഗവൺമെന്റ് കോളേജിനകത്താണ് ഇത്ര വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഉള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന തരത്തിലുള്ള വലിയ കെടുകാര്യസ്ഥതയും വീഴ്ചയും സംവിധാനങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടല്ലോ സാർ. തീർച്ചയായിട്ടും ഞാനതിനോട് യോജിക്കുകയാണ്. ഞാനത് പറഞ്ഞല്ലോ, അധ്യാപകർക്കും പ്രിൻസിപ്പാളിനും വൈസ് ചാൻസലർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്. നടപടികൾ സമയത്തെടുത്തിട്ട് ഇപ്പോൾ കോടതിയിൽ ചെന്ന് ജാമ്യം കിട്ടും, ആയിക്കൊള്ളട്ടെ, ജാമ്യം വാങ്ങിച്ചോട്ടെ. പക്ഷേ എന്തുകൊണ്ട് പ്രിൻസിപ്പാളിന് ആ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തുകൂടാ? വൈസ് ചാൻസലർക്ക് ആ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തുകൂടാ? സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തി ആ ഒരു വർഷത്തെ പരീക്ഷയെങ്കിലും നഷ്ടപ്പെടുമ്പോഴറിയും അതിൻ്റെ വേദന എത്രയുണ്ടെന്ന്. പക്ഷേ അവരെ സമ്മതിക്കത്തില്ല. കാരണം മുകളിൽ നിന്ന് അവരെ വിളിച്ചു പറയാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ആൾക്കാരുണ്ട്. അപ്പോൾ പ്രിൻസിപ്പാൾ വൈസ് ചാൻസലർമാരെല്ലാം ദുർബലപ്പെട്ടു പോകുന്നു അവരുടെ മുമ്പിൽ. ഇതല്ലേ സംഭവിക്കുന്നത്? മുകളിൽ നിന്നൊരു ഇടപെടലില്ലാതെ ഇത് ഇങ്ങനെയുള്ളൊരു ശക്തി ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ പഴയ കാലത്തൊക്കെ ഒരു സസ്പെൻഷൻ കിട്ടിയാൽ മതി, കുട്ടികൾ മാറി നിൽക്കും. അങ്ങനെ ഒരു ഭയമില്ലാതായി കഴിഞ്ഞു. അപ്പോൾ സസ്പെൻഷൻ വഴി പരീക്ഷ എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അവരെന്ത് ചെയ്യും? അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഭയം വേണ്ടേ? ഒരു ഭയവും ഇല്ലാതായാലോ? ഒരു അരാജകത്വത്തിലേക്കല്ല നമ്മളെ ക്യാമ്പസിനെ കൊണ്ടുപോകേണ്ടത്. ഇത് ഇന്നലെയും തുടങ്ങിയല്ലെങ്കിലും ഇപ്പോഴത് വളരെ വളരെ രൂക്ഷമായിരിക്കുന്നു. താങ്കൾ ചൂണ്ടിക്കാണിച്ച പോലെ ഈ സംവിധാനത്തിനകത്തുള്ളവർ പോലും നടപടിയെടുക്കുന്നില്ല. എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ എഡ്യൂക്കേഷൻ സെക്രട്ടറിക്ക് ഇത് ചോദിച്ചുകൂടാ? കോളേജ് എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് താഴോട്ട് ചോദിച്ചുകൂടാ എന്ത് നടപടിയെടുത്തെന്ന്? അങ്ങനെയെങ്കിലും പ്രിൻസിപ്പാളിനൊരു നടപടിയെടുക്കാമല്ലോ. അപ്പോൾ ആക്ഷനില്ല. അപ്പോൾ സുഖമാണ്, ഉദ്യോഗസ്ഥർക്ക് സുഖമാണ്. പ്രത്യേകിച്ച് വലിയൊരു കമ്മിറ്റ്മെൻറ്റോ അക്കൗണ്ടബിലിറ്റി ഒന്നും ഇക്കാര്യത്തിലില്ല. അതുകൊണ്ട് അവർക്ക് ശമ്പളം കിട്ടും, അവരെ ജോലി സുഗമമായിട്ട് പോകും. ഒരു തല്ലുണ്ടായി കഴിഞ്ഞാൽ 10 ദിവസത്തേക്ക് ക്യാമ്പസ് അടച്ചിടും. അപ്പോൾ പിന്നെ അത്രയ്ക്കുള്ള വർക്കല്ലേ അവിടെ വരുള്ളൂ. ഇതല്ലേ സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സഫർ ചെയ്യുന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇതല്ലേ? ഇത്തരത്തിലുള്ള അമിത രാഷ്ട്രീയവൽക്കരണമല്ലേ? ഞാനിത് പറയുമ്പോൾ അരാഷ്ട്രീയവൽക്കരണം എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഓവർ പൊളിറ്റിസൈസേഷനാണ്. അത് ഈ തലത്തിലെത്തി. ഇത്തരത്തിലെത്തി. കേരളത്തിൽ ഏത് ക്യാമ്പസിലാണ് പൊളിറ്റിക്സ് ഇല്ലാത്തത്? എല്ലായിടവും പൊളിറ്റിക്സ് ഉണ്ട്. ഇവിടെ ക്രൈസ്തവ മാനേജ്മെൻറ്റ് നടത്തുന്ന കോളേജുകളിൽ പോലും വളരെ അക്രമാസക്തമായ രാഷ്ട്രീയം ക്യാമ്പസുകളിൽ നടന്നിട്ടില്ലേ? കോട്ടയത്ത് CMSലും മറ്റുമൊക്കെ. ഇതൊക്കെ നമ്മൾ നിത്യം കാണുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെയൊന്നും അതുകൊണ്ട് അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ പേര് പറഞ്ഞത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എന്ത് പറഞ്ഞാലും ഇത് മനുഷ്യത്വത്തിനെതിരാണ്, ഇത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ വയലേഷനാണ്. കോടതി ഒരു തീരുമാനം എടുത്ത് വരുമ്പോഴത്തേക്ക് ഒരു കാലമെടുക്കും.
പക്ഷേ ഇപ്പോഴ് കോടതി മറ്റു പല കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ലൈംഗിക ആക്രമണത്തിനൊക്കെ 75 വർഷവും 121 വർഷവും ഒക്കെ ശിക്ഷ കൊടുക്കുന്ന കോടതികൾ ഇതൊക്കെ കാണാതെ പോകുന്നു. വേണ്ട ഒരു 2-3 കൊല്ലത്തേക്ക് ഒരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ അതെങ്കിലും ഒരു പാഠമാവില്ലേ? അപ്പോൾ ചില കാര്യങ്ങൾക്ക് ശിക്ഷ ആവശ്യമാണ്, അത് ശിക്ഷ കൊടുക്കുന്നില്ല. ക്യാമ്പസിനകത്ത് എന്ത് കാണിച്ചാലും പ്രശ്നമില്ല എന്നുള്ള ഗോപകുമാർ സാർ, സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ ഇതുപോലെ പ്രതികൾക്ക് സംരക്ഷണം ഒരുക്കി സർക്കാർ എന്നൊക്കെയുള്ള ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ താങ്കൾ ആ നിലയ്ക്കാണോ പരിഗണിക്കുന്നത്? അല്ല, ഇതിപ്പം സിദ്ധാർത്ഥൻ്റെ അച്ഛൻ ഇവിടെ ഇരിക്കുകയല്ലേ, അദ്ദേഹത്തിൻ്റെ ദുഃഖം, ആ കുടുംബത്തിൻ്റെ ദുഃഖം ഈ സമൂഹം മൊത്തം ഏറ്റെടുത്തതല്ലേ. അതിനകത്ത് ഒരു ഇപ്പോൾ CBI എടുത്തിട്ടും CBIയുടെ നടപടി ഒന്നും കണ്ടില്ല. ഇത്രയും നാളായിട്ട് CBIയുടെ പാർട്ടിൽ നിന്ന് അന്വേഷണത്തിന് എന്തെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയിട്ട് കാണുന്നില്ല. അതേസമയം ഇതിൽ ചെയ്ത കുറ്റവാളികളൊക്കെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർമാരായിട്ട് മാറും, വെറ്റിനറി ഡോക്ടർമാരായിട്ട് മാറും. അവർ പരീക്ഷ എഴുതി ജയിച്ച് രക്ഷപ്പെട്ടു പോകും. മനുഷ്യത്വം നശിപ്പിച്ച ആൾക്കാരാണിത്. അവർ നേരെ തൊഴിൽ രംഗത്തും ഔദ്യോഗിക രംഗത്തും ഒക്കെ വിരസിക്കുമ്പോൾ ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛൻ്റെ ദുഃഖം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനാരും ചോദിക്കാനും അവകാശമില്ല. കുറ്റം പറയുന്നവരെ വിമർശിക്കാനുള്ള ആൾക്കാരെ വരത്തുള്ളൂ. പക്ഷെ സംഭവിക്കുന്ന ഇതല്ലേ, ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ. ഇങ്ങനെ ശിക്ഷ വരാത്തതാണ് ഇതിൻ്റെ പ്രധാന കാരണം. ശരി ശരി ഗോപകുമാർ സാർ, ഞാൻ വരാം. ശ്രീ ജയപ്രകാശ്, ഇപ്പോൾ എല്ലാ കോളേജുകളിലും ഇപ്പൊ നമ്മൾ അരാഷ്ട്രീയവൽക്കരിക്കരുത് കോളേജുകൾ എന്ന നിലപാടാണ് പൊതുസമൂഹത്തിനുള്ളത്. കാരണം വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വതന്ത്രമായ രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടാകാൻ, അഭിപ്രായങ്ങൾ പറയാൻ, അവരെ നല്ല പൗരന്മാരായി മാറ്റാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം സഹായകരമാകും എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ BN അസ്കറൊക്കെ പറഞ്ഞപ്പോൾ താങ്കൾ ശ്രദ്ധിച്ചല്ലോ, അതായത് 1-2 സംഭവങ്ങൾ എടുത്തു വെച്ച് അതിലെ പ്രതികളാക്കപ്പെട്ടവരുടെ പേരിൽ വിദ്യാർത്ഥി സംഘടനകളെ ഒന്നാകെ, അത് SFI ആയാലും KSU ആയാലും ABVP ആയാലും ഏത് സംഘടനയാണെങ്കിലും അവരെ ഒന്നാകെ ഈ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം, ആ അഭിപ്രായത്തോട് സിദ്ധാർത്ഥന്റെ അച്ഛൻ യോജിക്കുന്നുണ്ടോ? ഇല്ല, ആ ഒരു അഭിപ്രായം നമുക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം സിദ്ധാർത്ഥൻ്റെ ഈ കൊലപാതകം കഴിഞ്ഞോടുകൂടി അന്ന് മുതൽ ഇന്നലെ വരെ, അപ്പോൾ ഒരു 2 മാസം വരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഒരു ആ ബഹളത്തിലിടയ്ക്ക് ആരും റാഗ് ചെയ്യാൻ വേണ്ടി മെനക്കെട്ടില്ല. അന്നു മുതൽ ഇന്ന് കാര്യവട്ടത്തുണ്ടായ ആ സംഭവം വരെ ഉണ്ടായിരുന്ന റാഗിങ് എന്നൊരു വാർത്ത കേൾക്കുമ്പോൾ അതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് ഈ SFI എന്ന് പറഞ്ഞ ഒരു പേര് മാത്രമേ വരുന്നുള്ളൂ. ഞാൻ ഒരിക്കലും SFIയെ തറടിച്ച് കാണിക്കാനോ ബാക്കിയുള്ളവരെ മുകളിലോട്ട് വരാനോ അല്ലെങ്കിൽ നല്ല വിശുദ്ധരാക്കാനോ നോക്കുന്നതല്ല. എല്ലാ പാർട്ടിക്കാരെയും എനിക്ക് ഒരുപോലെയാണ് നോക്കുന്നത്. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ കേൾക്കുന്ന കുറച്ച് റാഗിങ് കൂടിയിട്ടേ ഉള്ളൂ. കേൾക്കുമ്പോൾ അതിൻ്റെ എല്ലാ പേരിലും അതിൽ വരുന്ന പ്രതിസ്ഥാനത്ത് വരുന്ന പേരുകളെല്ലാം ഈ SFI എന്ന് മാത്രമേ കേൾക്കുന്നുള്ളൂ. വേറെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ പേര് ഞാൻ കേട്ടിട്ടില്ല. ചിലപ്പോൾ കാണുമായിരിക്കും, അവർ പറയും ചിലപ്പോൾ ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചാണെന്ന്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത് ഈ അഡ്വക്കേറ്റ് അസ്കർ സാർ പറഞ്ഞത് ഒരു കാര്യം, സിദ്ധാർത്ഥൻ്റെ കാര്യത്തിൽ കുറച്ച് SFIക്കാർ കാണുമായിരിക്കും, അത് ഉണ്ടായിരുന്നു, കുറച്ച് പേര് കാണുമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ഇതിൽ ഒരു പ്രതിയെ രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങൾ സർക്കാരോ അവർ പാർട്ടിക്കാരോ കൂടെ നിന്നിട്ടില്ല എന്ന്. ആ 2 കാര്യവും പറഞ്ഞു. ഈ 2 കാര്യവും ശരിയാണെങ്കിൽ ഞാൻ പറയാം സാറേ, ഇത് ഒരു SFIക്കാർ കുറച്ച് SFIക്കാർ ഉണ്ടായിരുന്നു പറഞ്ഞു സിദ്ധാർത്ഥൻ്റെ കൊലയിൽ. കുറച്ച് SFI അല്ല. താങ്കൾക്ക് ചിലപ്പോൾ അത് വ്യക്തമായിട്ട് അത് ക്ലിയറായിട്ട് കിട്ടിക്കാണില്ല എൻ്റെ വിവരങ്ങൾ. SFIയുടെ പൂക്കോട് വെറ്റിനറി കോളേജിലെ യൂണിയൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ഉണ്ടായിരുന്നു അതിൽ. അതുകൂടാതെ ജോയിൻറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അതായത് 4 പേര് അതിൻ്റെ മുതിർന്ന ഭാരവാഹികളായിരുന്നു. 5 പേര്. താങ്കൾക്കറിയില്ലെങ്കിൽ ആ പേരുകളൊന്നും എടുത്ത് നോക്കുക. അതിലുള്ള 4 ഭാരവാഹികളെ 4 അല്ല 5 ഭാരവാഹികളെ ആ ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ സസ്പെൻഡ് ചെയ്തു താങ്കളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി. ആ സമയത്ത് അവർ നിരപരാധിയാണെങ്കിൽ അല്ലെങ്കിൽ പങ്കെടുത്തിട്ടില്ല എന്തിന് സസ്പെൻഡ് ചെയ്തു ആ സമയത്ത്? അങ്ങനെയാണെങ്കിൽ ആ പാർട്ടി സെക്രട്ടറി ആ വിദ്യാർത്ഥി സെക്രട്ടറി ഇപ്പോൾ മാപ്പ് പറയണം സസ്പെൻഡ് ചെയ്തതിന്. ഈ 5 പേര് ഏറ്റവും മുതിർന്ന ഭാരവാഹികളായിരുന്നു. ബാക്കിയുള്ള പ്രതികളെല്ലാം അവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ആ SFIയുടെ പ്രവർത്തകരായിരുന്നു, മെമ്പർഷിപ്പ് ഉള്ളവരായിരുന്നു. അപ്പോൾ താങ്കൾ ചോദിക്കും എവിടെ മെമ്പർഷിപ്പ് എന്ന്. ആ മെമ്പർഷിപ്പ് ഇവിടുത്തെ കാണിക്കാൻ പറ്റില്ല, അതൊക്കെ ചാരമായി പോയി കാണും. മെമ്പർഷിപ്പിൻ്റെ പേപ്പർ അതിന് രസീത് കുറ്റിയുണ്ടെങ്കിൽ അത് തന്നെ. അത് വളരെ സ്പഷ്ടമാണ്. ഈ ആൾക്കാർ
ഈ മെയിൻ ഭാരവാഹികൾ തന്നെയാണ് ഈ കൂട്ടത്തിലുണ്ടായിരുന്നത്. അത് ആൻറ്റി റാഗിങ് സ്ക്വാഡിലുമുണ്ട് ഈ ഇത്രയും പേരുടെ പേര്, പോലീസ് അന്വേഷണത്തിലും വന്നിട്ടുണ്ട് ഇത്ര പേരുടെ പേര്, CBI അന്വേഷണ പേര് വന്നിട്ടുണ്ട് ഇത്രയും ഭാരവാഹികളുടെ പേര്. അപ്പോൾ SFI എന്നുള്ള ഒരു ടോട്ടൽ എല്ലാ പേരും ഈ കൊലയാളികളിൽ എല്ലാ പേരും SFI ആണെന്നുള്ള ഒരു ഉറപ്പാണ്. രണ്ടാമത് താങ്കൾ പറഞ്ഞു ഈ കുറ്റവാളികളെ ആരെയും രക്ഷിക്കാൻ നമുക്ക് കൂട്ടു നിന്നിട്ടില്ല. ഈ സിദ്ധാർത്ഥൻ്റെ കൊലയിൽ സംഭവിച്ച കുറ്റവാളികളെ ആരെയും രക്ഷപ്പെടുത്താൻ കൂട്ടു നിന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകം കഴിഞ്ഞിട്ട് ഒളിവിൽ പോയ പാർട്ടി ക്ഷമിക്കണം അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റ് അരുൺ ഉൾപ്പെടെ അവിടുന്ന് ഒളിവിൽ പോയി. ആ സമയത്ത് ഒളിവിൽ പോയിട്ട് പൊങ്ങുന്നത് 10-12 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ 12 ദിവസം കഴിഞ്ഞിട്ട് ഒളിവിൽ പോയിട്ട് കീഴടങ്ങാനാണ് വരുന്നത്. ആ കീഴടങ്ങാനായിട്ട് കൊണ്ടുപോകുന്നത് വയനാട് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലാണ്. മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോകുമ്പോൾ കൂടെ കൊണ്ടുപോയതാരാ, കീഴടങ്ങാൻ കൊണ്ടുപോയതാരാ? താങ്കളുടെ നേതാവ് പഴയ വയനാട് ജില്ലാ സെക്രട്ടറിയും പഴയ ഒരു വയനാട് MLA ആയിരുന്ന അദ്ദേഹമാണ് കൂടെ കൊണ്ടുപോയത്. അദ്ദേഹമാണ് കൂടെ കൊണ്ടുപോയി ജാമ്യം എടുക്കാൻ കൊണ്ടുപോയത്. അത് കണ്ട് ദേഷ്യം വന്ന് അല്ലെങ്കിൽ അത് കണ്ട് ഇഷ്ടപ്പെടാത്ത അപ്പോഴത്തെ ആ മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തിനെ ഗെറ്റ് ഔട്ട് അടിച്ച് വെളിയിലിരുത്തി. അത് വളരെ സ്പഷ്ടമാണ്, ഞാൻ സ്വപ്നം കണ്ടതല്ല, താങ്കൾക്കൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. കൊലപാതകികൾക്ക് കൂട്ട് നിന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ആർക്കും കൂട്ട് നിന്നില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ നേതാവ് ഈ കൊലയാളിയുടെ കൂടെ അവിടെ പോയി എന്ന് താങ്കൾ അദ്ദേഹത്തിനോട് ചോദിക്കണം. എന്തിനു പോയി? അപ്പോൾ ഉറപ്പാണ് നിങ്ങൾ കൊലയാളികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിന്നു എന്ന് കൂടെ കൊണ്ടുപോയതാ. അല്ലെങ്കിൽ അവർ സംരക്ഷണം കൊടുത്ത് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞെങ്കിലും പറയായിരുന്നു, അത് വെറും റൂമറായിരുന്നു. റൂമറല്ല, കൂടെ കൊണ്ടുപോയി ആ കൊലയാളിയെ തങ്ങളുടെ പഴയ MLAയും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന ആ മനുഷ്യൻ, ആ ദേഹം കൊണ്ടുപോയി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇതിൽ കുറ്റം ചെയ്തിട്ടുള്ളതിൽ അല്ലെങ്കിൽ കുറ്റവാളി ആക്കാതെ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള 2 പേരാണ് ഇതിൽ വാർഡനും അസിസ്റ്റന്റ് വാർഡനും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റവും കൂടുതലുള്ളത് ഈ അസിസ്റ്റന്റ് വാർഡൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥനെ തൂങ്ങി നിന്ന സിദ്ധാർത്ഥനെ അല്ലെങ്കിൽ തൂക്കപ്പെട്ട സിദ്ധാർത്ഥൻ്റെ കഴുത്തിലുള്ള കയറോ എന്തോ അറുത്തു മാറ്റി അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും വളരെ പെട്ടെന്ന് തന്നെ റൂം വൃത്തിയാക്കാനും എല്ലാത്തിനും കൂട്ടുനിന്ന വാർഡനും അസിസ്റ്റന്റ് വാർഡനും വളരെ സ്പഷ്ടമായിട്ട് അത് കേസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ മൊഴികൾ പറഞ്ഞിട്ടുണ്ട്. ഈ 2 പേരെയും ഇതുകൊണ്ട് തന്നെയാണ് സസ്പെൻഡ് ചെയ്തത്. ആ സമയത്ത് സസ്പെൻഡ് ചെയ്തത് ഈ കൊലപാതകത്തിലെ കേസുമായിട്ട് ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്തു. ഈ സസ്പെൻഡ് ചെയ്ത ഈ കൊലയാളികളെ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ വളരെ ഘോരമായി പ്രസംഗിച്ച് വളരെ ശക്തമായി അവർ തിരിച്ചെടുത്തേ പറ്റുള്ളൂ എന്ന് പ്രസംഗിച്ച ആ സിൻഡിക്കേറ്റ് മെമ്പറാണ് താങ്കളുടെ MLA അല്ലെങ്കിൽ താങ്കളുടെ സഹയാത്രികനായ അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയിലേക്കുള്ള ആ MLA സച്ചിൻ ദേവ്. അദ്ദേഹം ഈ പാർട്ടിയുടെ ഈ സിൻഡിക്കേറ്റിലെ മെമ്പറാണ്. ഒരു 16 മെമ്പർ എന്തോ ഉണ്ടായിരുന്നു. ഈ കൊലയാളികളെ തിരിച്ചെടുത്തേ പറ്റുള്ളൂ, അല്ല ഈ രണ്ട് പേരെ ഈ ഡീനിനെ അസിസ്റ്റന്റ് വാർഡിനെ സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്തേ പറ്റുള്ളൂ. അവർ ഞങ്ങളുടെ പാർട്ടിക്കാരാണ്, ഞങ്ങളുടെ പ്രവർത്തകരാണ്. അങ്ങനെ ശക്തമായ നിലപാടെടുക്കുമ്പോൾ അത് കൊലയാളികളെ അല്ലെങ്കിൽ ഇരയ്ക്കൊപ്പം നിൽക്കുമോ പ്രതിക്കൊപ്പം നിൽക്കുമോ? താങ്കൾ പറയണം, ഇരയ്ക്കൊപ്പമാണോ പ്രതിക്കൊപ്പമാണോ? പിന്നെ ഇവരുടെ കേസ് നടത്താനായിട്ട് സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ഹൈക്കോടതിയിലോ കേസ് നടത്താൻ വേണ്ടിയിട്ട് ആ പൂക്കോട് കോളേജിൽ അവിടെ ബക്കറ്റ് പിരിവല്ല, ടോട്ടലായിട്ടുള്ള പിരിവ് രസീതും അടിച്ച് ബക്കറ്റ് പിരിവ് നടത്തി ഇടതുപക്ഷത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനകൾ അത് അവർ വളരെ വാർത്തയായി തന്നെ കൊടുത്തു. അത് സ്പഷ്ടമായി വാർത്തയായി തന്നെ കൊടുത്തു. അവർ സുപ്രീം കോടതി സിദ്ധാർത്ഥൻ കൊലയിൽ കേസ് വാദിക്കാൻ സിദ്ധാർത്ഥന് ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഡീനെ അസിസ്റ്റന്റ് വാർഡിനെ കേസിൽ സഹായിക്കാനായിട്ട് സംഭാവന ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്താ അത്? അപ്പോൾ നിങ്ങൾക്ക് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കുള്ള ഇരയ്ക്കൊപ്പമാണോ പ്രതിക്കൊപ്പമാണോ? അപ്പോൾ ഇരകൾ നീതിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം. പ്രതികൾ പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രതികൾ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുറ്റം ചെയ്തിട്ട് വെറുതെ ഇരുന്നാൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ അതാണ് മുമ്പ് ഗോപകുമാർ സാർ പറഞ്ഞ പോലെ അമിത രാഷ്ട്രീയ ആ ഒരു പ്രസ്ഥാനം അതിൻ്റെ മീനിങ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അരാഷ്ട്രീയമാണോ അമിത രാഷ്ട്രീയമാണോ എന്നുള്ള ആ മീനിങ് വളരെ കറക്റ്റാണ് അദ്ദേഹം പറഞ്ഞത്. ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ഒരു പ്രസ്ഥാനം നമ്മളെ മാതൃസംഘടന മുന്നിലുണ്ടെങ്കിൽ ഇതിനപ്പുറവും നടക്കും. അതുകൊണ്ടാണ് പ്രതികൾ ഇപ്പോൾ റിലാക്സ് ചെയ്തിരിക്കുന്നത്. അവരുടെ കേസ് നോക്കാനായിട്ട് ശ്രീ ജയപ്രകാശ്, ഇനി നമുക്ക് അത് ശ്രീ BN ഹസ്കർ ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തിലേക്ക് പോയിട്ട് വരാം. ശ്രീ BN ഹസ്കർ, പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾക്ക് മനസ്സിലായല്ലോ. ഒന്ന്, ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, കുട്ടികൾ, പ്രതികൾ അവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ 1998 റാഗിംഗ് വിരുദ്ധ നിയമം ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഒരേ ഒരു സംഭവത്തിൽ മാത്രമാണ്
പ്രതികൾ ശിക്ഷിക്കപ്പെട്ട സംഭവം ഉണ്ടായത്. 2005 കോട്ടയത്തെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയെ റാഗിംഗ് നടത്തിയതിന് പേരിൽ കൂട്ടബലാത്സംഗത്തിന് 3 സീനിയർ വിദ്യാർത്ഥികൾക്ക് ജയിൽ ശിക്ഷ ലഭിച്ചു എന്ന ഒറ്റ കേസ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ സിദ്ധാർത്ഥനെ പോലെ ഒരു മകനെ നഷ്ടപ്പെട്ട അച്ഛൻ, അതുപോലെ തന്നെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട് ദുഃഖത്തിൽ കഴിയുന്ന മാതാപിതാക്കൾ, അവർക്കൊന്നും നീതി ഉറപ്പാക്കുന്ന തരത്തിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്വക്കേറ്റ് BN അസ്കർ. രണ്ടാമത്തെ കാര്യം, ശ്രീ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ അമിത രാഷ്ട്രീയവൽക്കരണം, അതിൻ്റെ ഭാഗമായി എന്ത് ചെയ്താലും അവർ സംരക്ഷിക്കപ്പെടുമെന്ന തോന്നൽ അവർക്കുണ്ടാക്കി കൊടുക്കുകയും അത് നിയമത്തിൻ്റെ വഴിയിലെത്തുമ്പോൾ സംരക്ഷകരായി വേഷം മാറി പ്രച്ഛന്ന വേഷത്തിലെത്തി ഭരണകൂടം വരെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന സംവിധാനവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അഡ്വക്കേറ്റ് BN അസ്കർ. ഗോപികൃഷ്ണൻ, ഇതിൽ ഒന്നാമതായി ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ പിതാവ് ഒരു മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ പറയുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ മറ്റു ചില കഥകൾ കൂടി സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പൂക്കോട്ടും ക്യാമ്പസിനുള്ളിലും പറയുന്നുണ്ട്. അതൊന്നും പറയാനിപ്പോൾ അദ്ദേഹത്തെ കൂടി ഇരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച് കുറ്റം പറയുന്നത് ശരിയല്ല. ഓർമ്മ ദിവസം കൂടിയായതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. മാത്രമല്ല, SFI പ്രവർത്തകരായിട്ടുള്ള ആ കേസിലെ പ്രതികളെ ആരെയും SFI സംരക്ഷിച്ചിട്ടില്ല. അദ്ദേഹം തന്നെ പറഞ്ഞു, അവരെ SFI പുറത്താക്കി. ഏതെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് SFIയുടെ ചരിത്രമല്ല. നേരത്തെ അതിനു മുമ്പ് ശ്രീ രാജു P. നായർ പറഞ്ഞ ഒരു കാര്യം, 1970 മുതൽ 85 വരെയുള്ള കേരളത്തിലെ ക്യാമ്പസുകളുടെ ചരിത്രം പരിശോധിച്ചാൽ G. ഭൂപനേന്ദ്രൻ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, അദ്ദേഹം G. സുധാകരൻ്റെ സഹോദരനായിരുന്നു. അദ്ദേഹം പന്തളം NSS കോളേജിൽ KSUക്കാരൻ്റെ കൊലക്കത്തിക്കിരയായിട്ടുള്ള സഖാവാണ്. അദ്ദേഹം മാത്തമാറ്റിക്സിൽ മികച്ച വിദ്യാർത്ഥിയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ ഏറ്റവും മികച്ച ഒരു മാത്തമാറ്റീഷ്യനോ അല്ലെങ്കിൽ ഈ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത് SFI പ്രവർത്തകരായതുകൊണ്ട് മാത്രം ആണ് കത്തിക്കിരയായത്. ഒടുവിൽ ഇടുക്കിയിലെ ധീരജടക്കമുള്ള സഖാക്കൾ SFI പ്രവർത്തകരായിട്ടുള്ളത് KSUക്കാരുടെ കത്തിയും കോൺഗ്രസ്സുകാരുടെ കത്തിക്ക് ഇരയായിട്ടുള്ളതാണ്. ഞാൻ ഈ രക്തസാക്ഷികളുടെ കണക്കുകളൊന്നും പറയുന്നില്ല, ചിലപ്പോൾ ചിലയിടത്തൊക്കെ പ്രതിരോധിച്ചിട്ടുണ്ടാവാം. ക്യാമ്പസുകളിൽ അമിത രാഷ്ട്രീയവൽക്കരണം എന്നുള്ളത് ഒരു അമിത രാഷ്ട്രീയവൽക്കരണമല്ല. ക്യാമ്പസുകൾ എപ്പോഴും സംവാദത്തിൻ്റെ വേദിയായിരിക്കണം. ക്യാമ്പസുകളിൽ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തും ഒരുപക്ഷെ 80കളുടെ അവസാനം മുതൽ 2000 വരെയുള്ള ക്യാമ്പസുകളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ക്യാമ്പസുകളിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ മുതൽ സാമൂഹ്യ വിഷയങ്ങൾ വരെ നിരവധി ദിവസങ്ങളോളം സംവാദത്തിന്റെ ഇടമുണ്ടായിരുന്ന ക്യാമ്പസുകളിൽ ഇന്ന് സംവാദത്തിന്റെ ഇടം നഷ്ടപ്പെട്ടിട്ടുണ്ട്. തുറന്ന് സമ്മതിക്കേണ്ട അഡ്വക്കേറ്റ് BN അസ്കർ, നമുക്ക് അതിലൊരു ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ് വേണ്ടല്ലോ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ പോയിന്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് സിദ്ധാർത്ഥന്റെ കേസിൽ എന്നതുപോലെ തന്നെ പ്രതികൾ സംരക്ഷിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവം ഒരൊറ്റ കേസ് ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് ഇല്ലാതെ പോകുന്നത്? 2013 മുതലുള്ള റാഗിംഗ് കേസുകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ അത് 2013 കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 25 ആയിരുന്നു. 2014 അത് 17 2015 അത് 29 ഉയർന്നു. 2016 അത് 35 വീണ്ടും ഉയർന്നു. 2017 അത് 45 ഉയർന്നു. അങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുന്ന റാഗിംഗ് കേസുകളുടെ എണ്ണം, അതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്ന അവസ്ഥയ്ക്കും ആരാണ് കാരണക്കാർ? അതാണ് എനിക്ക് ഒരു മറുപടിയായി താങ്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഗോപീഷൻ, 2005 കോട്ടയത്തെ റാഗിംഗ് കേസിൽ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് G. മോഹൻരാജ് ആയിരുന്നു അതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ കേസ് സമഗ്രമായി നടത്തുന്നതിന് അന്ന് ഗവൺമെൻറ് കഴിഞ്ഞിട്ടുണ്ട്, പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. അത് ശിക്ഷയിലേക്ക് എത്തപ്പെട്ടിട്ടുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. എന്തുകൊണ്ട് തുടർന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള റാഗിംഗ് കേസുകൾ സ്വാഭാവികമായും ക്യാമ്പസുകളിലുള്ള പകകൾ, അതിൽ ഉണ്ടാവുന്ന ആക്രമണങ്ങൾ, പരസ്പരം തല്ലടിക്കുക തുടങ്ങിയിട്ടുള്ള കേസുകളൊക്കെ തന്നെ ഒരുപക്ഷെ ക്യാമ്പസ് കഴിഞ്ഞ് 5, 6, 7 കൊല്ലം കഴിഞ്ഞ് വിദ്യാർത്ഥി വേഷമൊക്കെ അഴിച്ചു വെച്ച് മറ്റ് പൊതു മേഖലകളിലേക്ക് എത്തപ്പെട്ട് കഴിയുമ്പോഴായിരിക്കും കോടതികൾ പരിഗണിക്കപ്പെടുക. അങ്ങനെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇരയാക്കപ്പെടുന്നവരോ തല്ലുകൊണ്ടവരായിട്ടുള്ളവരോ അതിൻ്റെ സാക്ഷികളായിട്ടുള്ളവരോ ഒക്കെ തന്നെ വന്ന് പരസ്പരം കെട്ടിപ്പിടിച്ച് ആ കേസുകൾ പറഞ്ഞു തീർക്കുന്ന സാഹചര്യമാണുള്ളത്. അല്ലാതെ അത് ഒരു തരത്തിലും സിസ്റ്റത്തിൻ്റെ ഫെയിലിയർ അല്ല. അങ്ങനെ തന്നെ വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ക്യാമ്പസുകളിൽ റാഗിങ്ങിനപ്പുറം ഇത്തരത്തിൽ ഇടപെടലുകൾ കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ, പരസ്പര സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം കൂടി ഉണ്ടെങ്കിൽ ഇത് തീരും. ക്യാമ്പസിൻ്റെ കാലഘട്ടം കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ വിദ്വേഷവും പകയും ഒക്കെ പോയിട്ട് അവർ പരസ്പരം സ്നേഹിതരായി ഒരുമിച്ച് വന്ന് കേസുകൾ രാജിയായിട്ടുള്ളതാണ് പരമാവധി കേസുകൾ. അങ്ങ് ആ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ അങ്ങേക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ എന്തുകൊണ്ട് ക്യാമ്പസിനുള്ളിൽ ഇപ്പോൾ റാഗിംഗ് കേസുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്
വർദ്ധിച്ചു വരും പൊതുസമൂഹത്തിലെ എല്ലാ അരാജകത്വവും, പൊതുസമൂഹം ഇന്ന് കാംക്ഷിക്കുന്ന എല്ലാ അരാജകത്വത്തിന്റെയും ഒരു വിളനിലമായി ക്യാമ്പസ് മാറിയിട്ടുണ്ട്. ശരി അതിന് ശരി വിദ്യാർത്ഥികളെ അതാണ് മാത്രം താങ്കളുടെ കുറ്റം പോയിന്റ്. പറഞ്ഞിട്ടില്ല. അതിന്റെ പൊതുസമൂഹത്തിൽ ഭാഗമായിട്ടാണ് ഇത് ഇന്ന് സംഭവിക്കുന്നത്. വർദ്ധിച്ചു. ശ്രീ രാജു പി നായർ, കുറ്റവാളികൾക്ക് പ്രതികൾക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുത്താൽ അവസാനിക്കും കലാലയങ്ങളിലെ അല്ലെങ്കിൽ കുറഞ്ഞു വരും കലാലയങ്ങളിലെ കാടത്തമെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനാദ്യം ചെയ്യേണ്ടത്, ഞാൻ ശ്രീ ഹസ്കർ പറഞ്ഞതിനോട് മറുപടിയായിട്ട് കൂടി പറയാം. അദ്ദേഹം പറയുന്നത് SFI ഒരാളെയും സംരക്ഷിക്കുന്നില്ല എന്നാണ്. ക്യാമ്പസുകളിലെ സംവാദങ്ങളിലെ ഇടം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അങ്ങയുടെ പഴയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എത്ര കേസിൽ പ്രതിയാണ് സർ? 40 കേസുകളിൽ പ്രതിയാണ്. അതിനകത്ത് 16 എണ്ണം ആയുധം ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള കേസാണ്. ഒരു അധ്യാപകൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചതിന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം ജാമ്യത്തിലും ആ ജാമ്യം നിഷേധിക്കപ്പെട്ടതുമാണ്. പിടികിട്ടാപ്പുള്ളിയാണ് ഇന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ. 3 എണ്ണം വധശ്രമ കേസാണ്. സ്ത്രീകളെ അപമാനിക്കുന്നത് ഉൾപ്പെടെ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഉൾപ്പെടെയുള്ള കേസുകളാണ് ബാക്കിയുള്ളത്. 40 കേസുകളിൽ പ്രതിയായിട്ടിരിക്കുന്ന ഒരു ഹാബിച്വൽ ഒഫൻഡർ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന പാർട്ടി സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് ഈ കേരളത്തിലെ ക്യാമ്പസുകളെ അക്രമമുക്തമാക്കാൻ കഴിയുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങ് പറയുന്നതിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങ് CPMൻ്റെ ലൈൻ പറയാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രോക്സി അല്ലെങ്കിൽ അങ്ങ് ഈ ആർഷോയ്ക്കെതിരെ ആദ്യം ഈ ചർച്ചയിലെങ്കിലും പറയാൻ തയ്യാറാവണം. വേണ്ടേ? യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കുത്തിയ അഖിൽ എന്ന് പറയുന്ന പയ്യനെ കുത്തിയ നിസാം പിന്നെ എങ്ങനെയാണ് ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ പോയിട്ട് CPMൻ്റെ നേതാവിൻ്റെ മകനെ തന്നെ തലയടിച്ച് പൊളിച്ചത് പട്ടികയുണ്ട് ഇല്ലേ? ഇതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളത്തിൽ നടക്കുന്ന മുഴുവൻ, ഞാൻ ചോദിക്കട്ടെ, ഈ മഹാരാജാസ് കോളേജിൽ PM ആർഷോയുടെ മാർക്ക് ലിസ്റ്റ് പുറത്തു വന്നൊരു കേസുണ്ട്. വിനോദ് കൊല്ലോണിക്കൽ എന്ന് പറയുന്ന അവിടുത്തെ ഇടതുപക്ഷ സംഘടനയുടെ പ്രൊഫസറെ എന്താ ചെയ്തത് അവർ ഗൂഢാലോചന കുറ്റം കമർത്തി കേസെടുത്തില്ലേ? എന്തിനായിരുന്നു? ആർഷോയെ സംരക്ഷിക്കാൻ. കേരളത്തിനകത്ത് നടക്കുന്ന മുഴുവൻ ക്യാമ്പസുകളിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് ഇത്തരത്തിൽ സംരക്ഷണം കൊടുക്കുന്ന പാർട്ടിയാണ് CPM. എങ്ങനെയാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ കൈകൾ ആരെ കെട്ടിയിട്ടുള്ളത്? ഇവർക്കെതിരെ കേസെടുക്കാൻ നോക്കട്ടെ. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകുന്നു, ക്യാമ്പസുകൾ മുഴുവൻ അരാജകത്വത്തിലേക്ക് പോകുന്നു. ഇത്തരത്തിലുള്ള കേസുകൾ ഫാസ്റ്റ് ട്രാക്ക് ചെയ്യാൻ എന്ത് നടപടിയെടുക്കുന്നുണ്ട്? എത്രത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്? നോക്കൂ, ഇന്നിപ്പോൾ അതല്ലാത്ത രീതിയിൽ പബ്ലിക് സ്കൂളുകളിലേക്ക് പോലും പോയി. നമുക്ക് മിഹിറിൻ്റെ അനുഭവം അറിയാലോ. ഈ ഇത്തരത്തിലുള്ള എന്താ പറയുക, നമ്മുടെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന അതിക്രമങ്ങൾ ഇന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്. എവിടെയാണ് SFIക്കും CPMനും ധാർമ്മികമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നത്തിൽ ചോദ്യം ചെയ്യാൻ അവസരം കിട്ടുന്നത്? എങ്ങനെ കിട്ടും? കാരണം ഇതിനെല്ലാം ഒരു തലയ്ക്കൽ ഇവരാണ്. അത് മറച്ചു വെച്ചുകൊണ്ട് ഗോപീഷ്ണൻ നമ്മൾ കേരളത്തിലെ കോളേജിലെ മറ്റ് വിദ്യാർത്ഥി സംഘടനകളെ എല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടൊരു ചർച്ച നടത്തിയിട്ട് കാര്യമില്ല. ഇത് പ്രതിരോധിക്കണമെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകൾ രംഗത്തിറങ്ങണം, അമ്മമാർ രംഗത്തിറങ്ങണം. നേരത്തെ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയ പാർട്ടികളല്ല, പൊതുജനം പുറത്തിറങ്ങണം എന്ന് പറഞ്ഞല്ലോ. അമ്മമാർ രംഗത്തിറങ്ങണം, ചൂലുമായി ഇറങ്ങണം. ഇവരുടെ മുന്നിൽ ചെന്ന് നിന്ന് ഈ പറയുന്നവരെ അവരുടെ മുന്നിലിട്ട് കൈകാര്യം മാത്രമേ, അല്ലെങ്കിൽ അവരെ പ്രതിരോധിച്ചെങ്കിൽ മാത്രമേ നടക്കുന്നത്. കാരണം KSUO കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ സംഘടനകളോ ഇത് സംബന്ധിച്ച് പറഞ്ഞാൽ അതിനെല്ലാം രാഷ്ട്രീയമായി പ്രതിരോധിക്കും. അതല്ല, കേരളത്തിലെ പൊതുജനങ്ങൾ പുറത്തിറങ്ങേണ്ട സാഹചര്യത്തിലേക്ക് വരിക. സ്വന്തം മക്കളെ കോളേജുകളിലേക്ക് ഈ നരാധവന്മാരെ പേടിച്ച് വിടാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്രയും വലിയ പൈശാചികമായിട്ടുള്ള, നോക്കൂ, ക്രൂരത, റാഗിങ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു സംഘർഷം എന്ന് പറയാം. ഇത്തരത്തിൽ ക്രൂരത എങ്ങനെ കാണിക്കാൻ കഴിയും? ഈ ക്രൂരത കാണിക്കുന്നതിൻ്റെ മനോവികാരം മറ്റൊന്നുമല്ല, ക്യാമ്പസുകളെ ഭയപ്പെടുത്തി തങ്ങളുടെ രാഷ്ട്രീയ അപ്രമാദിത്വം സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഫാസിസ്റ്റ് രീതിയാണ്. ആ ഫാസിസ്റ്റ് രീതിയിലൂടെ പിറന്നു വരുന്ന കൊലയാളികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറ്റവാളികൾ CPMൻ്റെ മുതൽക്കൂട്ടാണ്. 63 പേരെ കാപ്പ കേസിലെ പ്രതികൾ ഉൾപ്പെടെ സ്വീകരിച്ചത് 2 മക്കളുടെ അമ്മയായ വീണ ജോർജ. മറക്കരുത്. ഈ പാർട്ടിക്കകത്തുള്ള സ്ത്രീകളുടെ പോലും മനോഭാവം നോക്കണം. അവസാനം അവരെ ഇപ്പൊ നാട് നടത്തി 63 ക്രിമിനലുകളെ രാഷ്ട്രീയത്തിന് വേണ്ടി കൈ നീട്ടി സ്വീകരിച്ചു 2 മക്കളുടെ അമ്മ. ഇത്രയേ ഉള്ളൂ ഇവരുടെ എല്ലാം ധാർമ്മിക ബോധം. ഈ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെയും സംഘർഷങ്ങളിൽ നിന്നുകൊണ്ടാണ്, അത് സമൂഹത്തിൽ ഭയമുണ്ടാക്കിക്കൊണ്ടാണ് ഈ ഫാസിസ്റ്റ് രീതി മുന്നോട്ട് പോകുന്നത്. ആർക്കും തിരിച്ചു പറയാൻ കഴിയാത്ത രീതി, പ്രൊഫസർമാർക്കും അധ്യാപകർക്കും പോലും ഇവരെ ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഗോകുമാർ സാർ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ എനിക്ക്
കൃത്യമായിട്ട് ഓർമ്മ. ഞാനൊക്കെ പഠിക്കുമ്പോൾ കൊച്ചു കോളേജിലാണ് ഞാൻ പഠിച്ചത്. അവിടെയൊക്കെ അക്രമം ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ കിളിക്കാർ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ഹരിപ്പൈ എന്ന് പറയുന്ന സാറൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹമൊക്കെ ഇറങ്ങി വന്ന് ഞങ്ങളെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അടി ഉണ്ടാകുന്ന സമയത്ത്. ഇന്ന് ആ അടി ഉണ്ടാക്കുന്ന SFIക്ക് സംരക്ഷണം കൊടുക്കേണ്ട ജോലി അധ്യാപകരിൽ വന്നെത്തിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. ക്യാമ്പസുകൾ മുഴുവൻ അരാജകത്വത്തിലേക്ക് തള്ളിവിട്ടതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം SFIക്കും അവരെ ശരി ശ്രീ രാജു പി നായർ, ഞാൻ ഗോപകുമാർ സാറിന്റെ അഭിപ്രായം കൂടി ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ കേൾക്കട്ടെ. ഗോപകുമാർ സാർ, മുന്നിൽ എന്താണ് താങ്കൾ കാണുന്ന വഴി? ഒന്ന്, ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ കടുത്ത ശിക്ഷണ നടപടി അക്കാഡമിക് ലെവലിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതെടുക്കാനുള്ള അവകാശം കൊടുക്കണം. പ്രിൻസിപ്പാളിനെ അതിനുള്ളൊരു അവകാശം കൊടുത്താൽ പ്രിൻസിപ്പാളിനെ പിന്തുണയ്ക്കുന്ന അധ്യാപകരുമുണ്ടെങ്കിൽ അവിടെ രാഷ്ട്രീയ ഇടപെടൽ വരില്ല എന്നും പ്രിൻസിപ്പാളെ പിന്നീട് ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പുമൊക്കെ ഭരണത്തിൽ നിന്ന് കിട്ടണം. അത് കിട്ടാതിരിക്കുമ്പോൾ എന്ത് പറ്റും? അവർ വളരെ അവരുടെ സ്വന്തം ആരോഗ്യം നോക്കുന്നതല്ലാതെ ഒരു നടപടിയും എടുക്കില്ല. അപ്പോൾ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു നീതി കൊടുക്കണം. ആ നീതിയുടെ പേരാണ് നിയമവാഴ്ച എന്ന്. അപ്പോൾ നിയമവാഴ്ച ക്യാമ്പസിനകത്തും വേണം, ക്യാമ്പസിന് പുറത്തും വേണം. പുറത്ത് തീർച്ചയായിട്ടും 3 മേഖലകളിലുണ്ട്. ഒന്ന്, മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ കൊണ്ടുവരും. തീർച്ചയായിട്ടും പൊതുസമൂഹത്തിനൊരു അഭിപ്രായം പറയാനുണ്ടാകും. പിന്നെ കോടതിയും ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ഉത്തരവാദികളാവണം. അപ്പോൾ ചുരുക്കത്തിൽ ശിക്ഷ ഉണ്ടെങ്കിലേ ഇതിനകത്തൊരു നടപടി ഉണ്ടാവുകയുള്ളൂ. ഭയമില്ലെങ്കിൽ അരാജകത്വം ഉണ്ടാകും. ഇന്നത്തെ സാഹചര്യത്തിൽ ക്യാമ്പസുകൾ അരാജകത്വത്തിലേക്ക് വീഴുന്നു. അത് വലിയ ഖേദത്തോടു കൂടിയാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ഞാനൊക്കെ പറഞ്ഞ ഉദാഹരണങ്ങൾ ഒരു 50 കൊല്ലമെങ്കിലും പഴയ കഥകളാണ് ഞങ്ങൾ പറഞ്ഞത്. അന്നൊക്കെ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. അത് പറയാൻ പറ്റുന്നൊരു ധാർമ്മികത അധ്യാപകർക്കും ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലേക്ക് അവരെ ഇടപെടിപ്പിക്കാനോ അവർക്ക് അതിനൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കാനോ ഗവൺമെൻറ്റും പറയുന്നില്ല. അപ്പോൾ ചുരുക്കത്തിൽ ഒരു തന്ത്രത്തിൽ നിന്നു കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പാളിനും അധ്യാപകനും ഒക്കെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാം. പക്ഷെ അതോടൊപ്പം മനുഷ്യാവകാശങ്ങൾ ധ്വംസിക്കപ്പെടുന്ന പാവപ്പെട്ട കുട്ടികളുടെ ജീവിതം, ശരി ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ തന്നെ കലാലയങ്ങളിലെ ഈ കാടത്തം, ഈ സാഡിസ്റ്റ് മനോഭാവം, രീതികൾ അവസാനിപ്പിക്കാനുള്ള സമയമായി കഴിഞ്ഞു. ഇനി ഒരു കുട്ടിക്കും ഭയത്തോടുകൂടി കലാലയങ്ങളിൽ എത്തിപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകരുത്. അതിനാദ്യം തടയിടേണ്ടത് എല്ലാ സംവിധാനങ്ങളും നിയമങ്ങളും ഉണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. മതിയായ ശിക്ഷ കൊടുത്തും പ്രതികളാക്കപ്പെടുന്നവർ ഇനി ഒരിക്കലും അത്തരമൊരു തെറ്റിലേക്ക് മറ്റൊരാളെ നയിക്കാൻ പറ്റാത്ത തരത്തിലുമുള്ള കടുത്ത ശിക്ഷ നൽകുമ്പോഴാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുക. അതിനുവേണ്ടിയുള്ള ആർജവവും സത്യസന്ധതയും ഉത്തരവാദിത്വവും സർക്കാർ സംവിധാനങ്ങൾക്കും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകും. അതല്ലെങ്കിൽ പിന്നെ തിരുത്താൻ പൊതുസമൂഹം ഇടപെടേണ്ടി വരും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.